മെയ്യിൽ ഇലക്ഷൻ വന്ന് കരുത പ്രശ്നമായത്. പത്രക്കാർ ഇത് വെച്ചിട്ട് കളിക്കില്ലേ? സാക്ഷാൽ ഈശോമിശിഹാൻ ആരിറങ്ങി വന്നാൽ പോലും അവറാച്ചന് കസര തെറിപ്പിക്കാൻ പറ്റത്തില്ല. 25 വർഷമായി മന്ത്രിക്കസരിൽ ഇരുന്നു കൊണ്ട് അവറാച്ചൻ ജനങ്ങളെ ചെരയ്ക്കാൻ തുടങ്ങിയിട്ട്. അതൊക്കെ ശരിയാ. എന്നാലും അവറാച്ചായം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. ഉള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞേ. പെണ്ണുള്ളിടത്തെ പെൺമാണിഭം നടക്കൂ. എടോ, അമേരിക്കയിലൊക്കെ ഈ ചായ കുടിക്കുന്ന പോലെയാ പെൺമാണിഭം. അതിപ്പോ IAS കാരിയാണെങ്കിലും IPS കാരിയാണെങ്കിലും പെണ്ണ് തന്നെയല്ലേടോ. പിന്നല്ലാതെ മന്ത്രി തെളിയിച്ച ആളല്ലേ. പോടാ അവിടുന്ന്. അപ്പോഴാ ഇവിടെ ഒരു ഞാറുവാലിപ്പെണ്ണിന്റെ പേരും പറഞ്ഞ് കുറെ സാംസ്കാരിക നായകന്മാരും കന്യകാത്വം നഷ്ടപ്പെടാത്ത കുറെ വനിതാ കമ്മീഷൻകാരും ചെറിയ ചന്ദ്രഹാസം വിളക്കുന്നത്. പെണ്ണ് താണജാതിപ്പെട്ടതാണ് പുലിവാലായത്. ഇപ്പൊ എല്ലാവന്മാരും കൂടി ആ തുരുമ്പനല്ലേ കയറി പിടിച്ചിരിക്കുന്നത്. എടാ പൗലോസേ, എന്തോ നാഴികയ്ക്ക് 40 വട്ടം മതേതരത്വം പ്രസംഗിക്കുന്ന നമ്മുടെ നാട്ടില് ഒറ്റ കാര്യത്തിൽ മാത്രമേ മതേതരത്വം ഉള്ളടാ, ബലാത്സംഗത്തിന്റെ കാര്യത്തില്. മന്ത്രി അവറാച്ചന്റെ സ്ത്രീ പീഡനം അവസാനിപ്പിക്കുക. മന്ത്രി അവറാച്ചന്റെ സ്ത്രീ പീഡനം അവസാനിപ്പിക്കുക. മന്ത്രി അവറാച്ചൻ മാപ്പ് പറയുക. മന്ത്രി അവറാച്ചന്റെ വിവാദ പ്രസ്താവന പിൻവലിക്കുക. മന്ത്രി അവറാച്ചൻ മാപ്പ് പറയുക. മന്ത്രി അവറാച്ചൻ മാപ്പ് പറയുക. മന്ത്രി അവറാച്ചന്റെ സ്ത്രീ പീഡനം അവസാനിപ്പിക്കുക. ഇയാൾ മാപ്പ് പറയാതെ ഞങ്ങൾ വിടില്ല. എന്താണോ ഈശോയെ, പ്രശ്നം കുഴഞ്ഞെന്നാ തോന്നുന്നേ. ഹലോ സാർ, ഞാൻ SI വിനോദ. ഫിനാൻസ് മിനിസ്റ്റർ ജനം ഇവിടെ തടഞ്ഞിട്ടിരിക്കുക. ആകെ വയലന്റാണ്. ഒരു ഫോഴ്സിന് ഉടനെ ഇങ്ങോട്ട് അയക്കണം സാർ. ഓക്കെ സാർ. സാർ കാറിൽ നിന്ന് ഇറങ്ങണ്ട. ഇതിനകത്ത് നേരോട് ചെയ്യാനോ? നിന്നൊക്കെ എന്താണ് ഞാൻ വെച്ചിരിക്കുന്നത്? ചേക്കാനോ? മന്ത്രി മാപ്പ് പറയാൻ ഞങ്ങൾ വിടില്ല. ജനക്കൂട്ടം പിരിഞ്ഞു പോകണം. ജനക്കൂട്ടം ശാന്തരാകണം. ഇല്ല, കേരളത്തിലെ സ്ത്രീകളെ, നമ്മുടെ അമ്മ പെങ്ങന്മാരെ ഒന്നടങ്ക് അപമാനിച്ച മന്ത്രി അവറാച്ചൻ മാപ്പ് പറയണം. അല്ലാതെ ഇയാൾ ഒരടി ഞങ്ങൾ മുന്നോട്ട് വിടില്ല. കണ്ടില്ലേടാ മൈഗുണാച്ച, എന്നെ കൊല്ലിക്കണ നീയൊക്കെ കാക്കി വിട്ട് കണ്ണും പിടിച്ച് തോക്കും പിടിച്ച് നിൽക്കുന്നേ. അടിച്ചൊതുക്കണേ നായിന്റെ മക്കളെ. പ്രശ്നം കൂടുതൽ വഷളാവുകയാണ്. നീയൊക്കെ വഷളാക്കിയാണ്. ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ജീവന് പുല്ലുവില അല്ലേടോ. നിനക്കൊക്കെ എന്താണ് കോപ്പയെ തോക്ക് വന്നിരിക്കുന്നത്? സാർ, അതിനുള്ള ഓർഡർ എനിക്ക് അധികാരമില്ല സാർ. അധികാരമുള്ള നാട് പിന്നെ എവിടെ പോയി കിടക്കുക? മന്ത്രിക്ക് എത്ര പോഷ കിട്ടി? 1-2 ഡയറി കിട്ടി. അയാളുടെ വായിന്ന് വരുന്ന തിരുവചനങ്ങൾക്ക് അത്രയൊന്നും കിട്ടിയ പോരായിരുന്നല്ലോ ഗോപകുമാറെ. ജനങ്ങൾ ആകെ വയലന്റ് സാർ. എന്തെങ്കിലും ചെയ്തു വരും. ഈ മന്ത്രിയെ ഞങ്ങൾ കൊല്ലും. പുല്ലാണ് പുല്ലാണ് പോലീസ്. നിങ്ങൾ ബാധ ഉണ്ടാക്കരുത്. ശാന്തരായിരിക്കണം. വെടിവെച്ച് കൊന്നാലും ഈ മന്ത്രിയെ ഞങ്ങൾ വെറുതെ വിടില്ല സാർ. ഒരു 5 മിനിറ്റ് സമയം എനിക്ക് താടോ. ഞാൻ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കട്ടെ.
എത്തിയോ പൊട്ടാസം പൊട്ടിച്ച് അവിടെ പോയി കിടക്കായിരുന്നല്ലോ കോപ്പെ. ആകാശത്തേക്കല്ലേ വെടി വെക്കേണ്ടത്, അവനൊക്കെ ചങ്കിന് വെക്കണോ വെടി? എടോ പോലീസിനെ നോക്കുന്നിരിക്കുന്നത് ജമീത കൊണ്ടാനല്ല, വെടിവെക്കാനാ. വെക്കണോ വെടി? ഞാൻ വെടിവെക്കാം സാർ. 10 100 പേര് ഇവിടെ മരിച്ചു വീഴും. നാളെ ഇതൊരു കൊലക്കുറ്റമായി വ്യാഖ്യാനിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട മന്ത്രി ഏറ്റെടുക്കോ അതോ വെടിവെക്കാനുള്ള ഉത്തരവ് എനിക്ക് രേഖാമൂലം എഴുതി തരുമോ? താൻ എന്നെ നിയമം പഠിപ്പിക്കുകയാണോ? അല്ല സർ, അനുഭവം തന്ന പാഠം. 7 കൊല്ലം മുമ്പ് കൂത്തുപാറയിൽ അങ്ങയെപ്പോലൊരു മന്ത്രി പ്രമുഖന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു ഉത്തരവിന്റെ പിൻബലത്തിൽ ഒരു വെടിവെപ്പ് നടത്തിയ ഓർമ്മയുണ്ടോ? അന്ന് കാഞ്ഞുപോയത് 5 എണ്ണമാണ്. ആ 5 പേരുടെ രക്തസാക്ഷിത്വം പറഞ്ഞ് ഇന്നിവിടെ പല പാർട്ടിക്കാർ വോട്ട് പിടിക്കുന്നുണ്ട്. പക്ഷേ വെടിവെച്ച പാവം പോലീസുകാരന്റെ പണിയും പോയി, തുണിയും പോയി, അവന്റെ കുടുംബം വഴിയാധാരമായി. സാർ, ഞങ്ങളും സാറിനെ പോലെ തന്നെ മനുഷ്യരാണ്. മജ്ജയും മാംസവും കുടുംബവും കുഞ്ഞുകുട്ടി പരാധീനങ്ങളുള്ള മനുഷ്യര്, ജീവിക്കാൻ ആഗ്രഹമുള്ള മനുഷ്യര്. താനങ്ങളെ ചരിത്രമൊന്നും പഠിപ്പിക്കണ്ട. ക്യാബിനറ്റ് മിനിസ്റ്ററുടെ ഉത്തരവ് അനുസരിച്ചാൽ മതി. അല്ലെങ്കിൽ തന്നെ തൊപ്പി തെറിപ്പിക്കും, വെക്കണോ വിലപിടിയും, അല്ലെങ്കിൽ തന്നെ പോലും. സാർ, ഞാൻ വെടിവെച്ചിട്ട് 100 കണക്കിന് ജനങ്ങൾ ചത്താലും വെടിവെക്കാതെ സാറ് ചത്താലും ഒന്നേ സംഭവിക്കുള്ളൂ, എന്റെ തൊപ്പി പോകും. അപ്പൊ പിന്നെ 100 പേര് ചാവുന്നതിനേക്കാൾ നല്ലത് ഒരാൾ ചാവുന്നതല്ലേ? അല്ലെങ്കിൽ പിന്നെ ഒരു വഴിയുള്ളൂ, സാറ് മാപ്പ് പറയും. മന്ത്രി അവറാച്ചൻ മാപ്പ് പറയുക. മന്ത്രി അവറാച്ചൻ മാപ്പ് പറയുക. മാപ്പ് പറയാൻ ഞങ്ങൾ വിടില്ല. മന്ത്രി അവറാച്ചൻ മാപ്പ് പറയുക. എടോ പരമനാരി കമ്മീഷണറെ, ഞാൻ ആരെയും ബലാത്സംഗം ചെയ്തിട്ടില്ല, പെൺമാണിബന്ധം നടത്തിയിട്ടില്ല. പിന്നെ എന്ത് കോപ്പിലാണോ മാപ്പ് പറയേണ്ടത്? അതിനേക്കാളും നാറിയ വർത്തമാനമാ സാറ് പറഞ്ഞാ ഇവര് പറയുന്നേ. സാറിന്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയാ, സാറിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ. മന്ത്രി അവറാച്ചൻ മാപ്പ് പറയുക. മന്ത്രി അവറാച്ചൻ മാപ്പ് പറയുക. അല്ലെങ്കിൽ പിന്നെ സാർ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ തോക്ക് അങ്ങോട്ട് തരാം. സാറ് വെക്ക് വെടി വെക്ക്. അല്ലെങ്കിൽ പിന്നെ മാപ്പ് പറഞ്ഞേക്ക് സാറേ. എനിക്കൊരു തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണം. മാപ്പ്. മന്ത്രിമാരെന്ന് പറയുന്നത് വെറും മൈ ഗുണാപ്പന്മാരെന്ന് ധരിച്ചിരിക്കുന്ന ആ എംബോയ്ക്ക് പോലീസ് കമ്മീഷണർ തൊപ്പി ഇന്ന് തന്നെ ഊരി മാറ്റിയിരിക്കണം. കേരള രാഷ്ട്രീയത്തിലെ എന്റെ പറയല്ലേ? എന്തെങ്കിലും ഒന്ന് പറയൂ കുടശേഖര. ഈ വിക്ക് തന്നെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? സംസാരിക്കുമ്പോ മാത്രമേ മുട്ടുള്ളൂ. കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനാണ് മന്ത്രി ആറ്റു അവറാച്ചൻ. അദ്ദേഹത്തെ പോലെ ഒരാളെ നടുറോട്ടിലിട്ട് ആക്ഷേപിക്കുക, എന്നിട്ട് ജനത്തെ കൊണ്ട് കല്ലെറിപ്പിക്കുക, ഒടുവിൽ ബഹുമാനപ്പെട്ട മന്ത്രിയെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയിപ്പിക്കുക. കേവലം ഒരു പോലീസ് കമ്മീഷണർ ഇത്ര ധിക്കാരമായി പെരുമാറുന്നത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ മൈന്ദ്രകുപ്പായം കൂടെ ഊരി വെച്ച് ഈ സെക്രട്ടേറിയറ്റിൽ നമുക്ക് ബാർബർ ഷാപ്പ് പണി നടത്താൻ എന്റെ അഭിപ്രായം. ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഓർഡറിന് പുല്ലുവില പോലും കൽപ്പിക്കാത്ത ആ തെണ്ടി കഴിവറാമോ രാമനാഥന്റെ പേരിൽ എന്ത് നടപടിയെടുക്കും? DGP ഇതേക്കുറിച്ച് അന്വേഷണം നടത്തി 2 ദിവസത്തിനുള്ളിൽ എനിക്ക് റിപ്പോർട്ട് തരണം സാർ. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. 24 മണിക്കൂറിനകം ആ കമ്മീഷണറെ പുറത്താക്കണം. അല്ലെങ്കിൽ ഈ മുന്നണിയിൽ നിൽക്കണമെന്ന് ഞാനും അവറാച്ചനും ഞങ്ങളുടെ 10 MLA-മാരും ഒന്നുകൂടി ആലോചിക്കും. ഈ രാമനാഥനെ അങ്ങനെ വിട്ടാ പറ്റില്ല. ധിക്കാരി മാത്രമല്ല, കൈക്കൂലിക്കാരൻ കൂടി അയാള്. അയാളെ പറ്റി അങ്ങനെ വല്ല പരാതിയുണ്ടോ? ഇല്ല സർ, അങ്ങനെ ഒരു പരാതിയും എന്റെ അറിവിൽ വന്നിട്ടില്ല. പിന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് അറിയാവുന്ന കേസാണെങ്കിൽ ബന്ധപ്പെട്ട ആളിനെ കൊണ്ടൊരു പരാതി തന്നാൽ ഉടൻ തന്നെ ഞാൻ അയാളുടെ പേരിൽ നടപടിയെടുക്കാം. അതിപ്പോ രേഖാമൂലം പരാതി തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചോ? ചില വൻകിട ബിസിനസ്സുകാരാകുമ്പോ അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. അഡീഷണൽ DGPക്ക് എന്താ അഭിപ്രായം? സർ, എന്റെ അറിവ് വെച്ചിടത്തോളം ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ പറഞ്ഞത് വളരെ ശരിയാണ്. മേലാഫീസർമാരോടും കമ്മീഷണർ രാമനാഥൻ വളരെ ധിക്കാരപരമായാണ് പെരുമാറുന്നത്. അയാളെ ഡിപ്പാർട്ട്മെന്റിൽ അറിയപ്പെടുന്നത് തന്നെ രാക്ഷസനെന്നും കായംകുളം കൊച്ചുണ്ണിന്നും. ഇല്ലില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അതൊക്കെ നിങ്ങൾ പത്രക്കാരുടെ വ്യാഖ്യാനങ്ങളാ. എടോ, ഞാനും ഒരു പത്രക്കാരനായിരുന്നു. എനിക്കും അറിയാം ഈ വേലയും പടയണിയും ഒക്കെ. ഞാനൊഴികെ മറ്റെല്ലാ മുഖ്യമന്ത്രിമാരും കൈക്കൂലിക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതെ, താൻ കേട്ടതിന്റെ കുഴപ്പമാ. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. തന്റെ ചെവിക്കെന്തോ കുഴപ്പമുണ്ട്. അവൻ മറ്റേ പാർട്ടിക്കാരനാളാ. എതിർത്ത് പറയുന്നവരൊക്കെ അച്ഛന് മറ്റേ പാർട്ടിക്കാരാ. നീ പ്രതിപക്ഷത്തായോ?
മോള് എവിടേക്കുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. എങ്ങോട്ടാ? സെനറ്റ് ഹാളില് ഉഷാ ഉതുപ്പിന്റെ മ്യൂസിക് പ്രോഗ്രാം ഉണ്ട്. കൊള്ളാം. ഉഷാ ഉതുപ്പിന്റെയോ? അതിലും നല്ല ശബ്ദമല്ലേ എന്റേത്, അല്ലേ കുട്ടപ്പിള്ളേ? മോളങ്ങോട്ട് ഇരുന്നേ. ഇരുന്നേ. ഇന്ന് വന്ന IAS പയ്യനെ നീ വരട്ടി ഓടിച്ചല്ലേ? മോക്കറിയോ, SSLC മുതൽ IAS വരെ ഫസ്റ്റ് റാങ്ക് മേടിച്ചവനാ. ഇത്ര ചെറുപ്പത്തിലെ ജില്ലാ കളക്ടറുമായി ഇനിയിപ്പോ ചീഫ് സെക്രട്ടറി ആയിട്ട് തന്നെ എത്ര കാലം ഇരിക്കുമെന്ന് അറിയാമോ? പക്ഷെ എന്റെ ലൈഫിന്റെ ചീഫ് സെക്രട്ടറി ആവാൻ അയാളെ കൊള്ളാമെന്ന് തോന്നുന്നില്ല. വെറും ഒരു മണ്ണുണിയാ. വന്നപ്പോ തൊട്ട് മുഖ്യമന്ത്രി അങ്ങ് പുകഴത്തിലായിരുന്നു. അച്ഛന്റെ അഡ്മിനിസ്ട്രേഷൻ പവറിനെ കുറിച്ചും പിന്നെ അയാളുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യവും പ്രമോഷനും പുങ്കത്തരവും ഒക്കെ. 3 ചായ കുടിക്കുന്ന സമയം എടുത്തിട്ടും അയാളെന്റെ പേര് പോലും ചോദിച്ചില്ല. തീരെ ഗതി കേട്ടിട്ടാ വിം കലക്കി കൊടുത്തത്. വിം കലക്കി കൊടുത്തോ? എന്താ കുട്ടമ്പിള്ളി വിളി പറയുന്നേ? അതെ, പാത്രം കഴുകുന്ന പൊടി അതങ്ങോട്ട് കൊടുത്ത് 2 മിനിറ്റ് കഴിഞ്ഞില്ല. കളക്ടർ അദ്ദേഹം യാത്ര പോലും ചോദിക്കാതെ പൊക്കളഞ്ഞു. മുറ്റത്ത് തന്നെ കാര്യം സാധിച്ചിട്ടുണ്ടെന്നാ എന്റെ സംശയം. നിന്റെ കുട്ടികളെ ഇത്തിരി കൂടുന്നുണ്ട്. മോളെ, നിനക്ക് പ്രായം എത്രയായെന്ന വിചാരം? ഇനിയും മുന്നോട്ട് പോയാൽ നിനക്ക് പറ്റിയ ചെറുപ്പക്കാരനെ കിട്ടിയെന്ന് വരില്ല. വെളിയെ വെച്ച് പഠിപ്പിച്ചതോടെ നമ്മുടെ കുഞ്ഞു മദാമ്മയായി പോയോന്ന എന്റെ സംശയം. താൻ പോയി ആ ഉലുവാ കഷായം ഉണ്ടാക്ക്. അല്ല, സിറ്റി പോലീസ് കമ്മീഷണറെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ഓർഡർ ഇട്ടിട്ടുണ്ടെന്ന് ഇന്നത്തെ സായാഹ്ന പത്രത്തിൽ വന്നിട്ടുണ്ട്. ശരിയാണോ? ആര്? ആ രാക്ഷസന്റെ കാര്യ? അത് മന്ത്രിസഭയുടെ തീരുമാന. ഇതോടുകൂടി അവന്റെ കാര്യം പോക്കാ. ഇങ്ങനെയുണ്ടോ ഒരു തിക്കാരി? ക്യാബിനറ്റ് മിനിസ്റ്ററൊക്കെ അവന് വെറും പുല്ലുപോലാ. ഇതൊക്കെ അച്ഛൻ ആരോ പിരികേറ്റുന്നതാ. നിനക്കെന്താ രാമനാഥന്റെ കാര്യം പറയുമ്പോ ഒരു പക്ഷം ചേർന്ന്? പക്ഷം ചേർന്നതല്ല, ന്യായം പറഞ്ഞതാ. ഇന്നലെ കമ്മീഷണർ ആ ജനക്കൂട്ടത്തിന് നേരെ വെടിവെച്ചിരുന്നെങ്കിൽ ഇന്ന് അച്ഛന് മുഖ്യമന്ത്രി പദവും രാജിവെച്ച് പെട്ടിയും തൂക്കി പാലക്കാട് തറവാട്ടിലേക്ക് പോകായിരുന്നു അല്ലേ? സത്യം പറഞ്ഞ ആ കമ്മീഷണർ അച്ഛനെ രക്ഷിച്ചെന്ന എന്റെ അഭിപ്രായം. നീ പറയുന്നതിന് ന്യായമുണ്ടായിരിക്കാം. പക്ഷെ അവറാച്ചനെ പോലെ സീനിയർ മിനിസ്റ്റർ. അവറാച്ചൻ ആരാണെന്ന് അച്ഛൻ അറിയാലോ. അയാളെ ജനം വഴി തടഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? അത്രയ്ക്ക് വൃത്തികേടുകളാ അയാൾ പറയുന്നതും കാണിക്കുന്നതും. കഴിഞ്ഞ മാസമല്ലേ സ്വന്തം ഓഫീസ് റൂമിലേക്ക് IAS കാരി വിളിപ്പിച്ചിട്ട് മന്ത്രി മാനഭംഗത്തിന് ശ്രമിച്ചെന്ന് അച്ഛന് പരാതി കിട്ടിയത്? എന്നിട്ട് വല്ല നടപടി എടുത്തോ? നിന്നെ വല്ല LLBക്ക് വിട്ടാ മതിയായിരുന്നു. കോടതിയിൽ കസറിയനെ. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അച്ഛൻ പറ. സത്യമാണെങ്കിൽ അയാളെ സസ്പെൻഡ് ചെയ്യരുത് പ്ലീസ്. ഞാൻ പാർട്ടി സെന്ററുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. പോലീസുകാരുടെ താവളമാ, സൂക്ഷിക്കണം. ഏയ്, ഒരു കുഴപ്പമില്ല. ആണുങ്ങളുടെ സെക്സ് കാണാൻ നീ എന്നെ വിളിച്ചോണ്ട് വന്നത്? അതും കൊള്ളാവുന്നതാണെങ്കിൽ വേണ്ടില്ല. നോക്കിയ ഓരോന്നിനെ തവളെ പോലുണ്ട്. അതൊക്കെ ആരെങ്കിലും കേൾക്കും. ഈ പെരുവയറന്മാരിൽ ഏത് വയറനാ നിന്റെ കിങ്കരൻ? ആ കിങ്കരൻ ബെസ്റ്റ്. തണ്ണിമത്തങ്ങ പോലുണ്ടല്ലോടി. ഇത് ആരുടെ സെലക്ഷനാ? നിന്റെയാ? എനിക്കിഷ്ടപ്പെട്ടു. ഞാനല്ലേ കെട്ടുന്നത്, നീ അല്ലല്ലോ. കെട്ടിക്കോ കെട്ടിക്കോ. ഏതായാലും IPS തണ്ണിമത്തനാണല്ലോ. ഒന്ന് നോക്കി രസിക്കാൻ പറ്റുന്ന ഒരു പുരുഷകേസരി ഇല്ലല്ലോ. ഓ മൈ ഗോഡ്, ഒരാളെ കണ്ടെത്തി. അങ്ങോട്ട് നോക്കി. അയാളെ കൊള്ളാല്ലേ? അയ്യോ, അത് ആരാന്നറിയോ? രാക്ഷസനാ. എന്ത് രാക്ഷസനായാലും ശരി, ഈ കൂട്ടത്തിൽ കാണാൻ സ്മാർട്ട് അയാൾ മാത്രമേ ഉള്ളൂ. ഹായ്, എന്താ ഇങ്ങോട്ടൊക്കെ? ഈ സമയത്ത് ഇവിടെ കാണുമെന്നറിയാം. ഇന്നലെ വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു അല്ലേ? സോറി. പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതെന്റെ ഫ്രണ്ട് മീര. ഹലോ. ഹലോ മിസ്റ്റർ കൃഷ്ണകുമാർ. ഏതാണോ ഈ പൈങ്കിളികൾ? ഇത് രാധാപണിക്കർ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്. ഇത് ഇന്റലിജൻസ് IG ഗോസ്വാമി സർ. കഴിക്കുന്ന മക്കളെ കഴിച്ച് സന്തോഷിക്ക്. നമ്മുടെ സൊസൈറ്റി ലൈഫിൽ ഇതൊക്കെ പതിവുള്ളതാ. കല്യാണം കഴിയുമ്പോ ഇവൾക്കും നിനക്കും ഞാനൊരു വിരുന്ന് തരും. ഒരു വിരുന്ന്. വിരുന്നൊക്കെ സ്വന്തം മോക്ക് കൊടുത്താൽ മതി. അത് പറയാൻ നീ ആരടാ റാസ്കൽ? സൂക്ഷിച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ. പെൻഷൻ പറ്റാൻ ഞാൻ ബാക്കി വെച്ചേക്കല. മൂക്കി പഞ്ഞുവെക്കാർ ആയാലൂടെ കിഴവ. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ IG നടക്കുന്നു. യു ആർ മൈ സബോർഡിനേറ്റ്. തന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യും. താൻ കോപ്പിയും. സോറി, ഇവിടെ വെച്ച് സീൻ ഉണ്ടാക്കണ്ട. ഉണ്ടാക്കിയ ഗോസ്വാമിയെ ഞാൻ പൂസാമിയാക്കും. കൊച്ചുമക്കളുടെ പ്രായമുള്ള പെമ്പിള്ളേരുമായിട്ട് ശൃംഗരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഓടിച്ചതിന്റെ കൂമ്പളൊക്കെ ഞാൻ കാണുമായിരിക്കും. കാണോടോ? നാണമില്ലല്ലോടാ തടിമാടാ. കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ തോളത്തൊരു പടുകളവും കൈയിട്ടപ്പോ നീ അയാളെ നോക്കി സല്യൂട്ട് ചെയ്യുന്നു. എടാ, സല്യൂട്ട് ചെയ്യുന്നിടത്ത് സല്യൂട്ട് ചെയ്യണം.
ചെവിക്കുറ്റിക്കിട്ട് അടിക്കുന്നിടത്ത് ചെവിക്കുറ്റിക്കിട്ട് അടിക്കണം. അതിനോട് തന്നെ കാണിക്കാദ്യം. ഈ കണക്കിന് നീ പെണ്ണിനെ കെട്ടിക്കൊണ്ടുപോയ മേലാളമാർക്ക് സോറി ഞാനൊന്നും പറയുന്നില്ല. അസലായിരുന്നു. രാക്ഷസൻ എന്ന പേരല്ലേ? രാക്ഷസൻ നിന്റെ തന്ത. എന്റെ പേര് രാമനാഥൻ എന്നാ. ഓ രാമനാഥൻ കൊള്ളാം. ശ്രീരാമനെ പോലെ ധീരൻ. എനിവേ കൺഗ്രാറ്റുലേഷൻ. ഓ നിന്റെ കൺഗ്രാറ്റുലേഷൻസ് കിട്ടാത്ത കുറവേ ഉള്ളൂ. അവിടെ ഇവിടെ എത്താത്ത 1.5 മുഴം തുണിയും ചുറ്റിക്കൊണ്ട് നാട് നീളം ഇറങ്ങിക്കോളും. നിന്നെയൊക്കെ കണ്ട ആർക്കാടി ഇളകാത്തത്? പിന്നെ സ്ത്രീപീഡനൊന്നും ബോർഡ് നോക്കി ആണുങ്ങൾക്കെതിരെ സമരവും സത്യാഗ്രഹോട്ട് ഇറങ്ങിക്കോളും. നേരെ ചെവേ തുണി കൊടുത്ത് നടക്കുക വെച്ചാൽ ഇല്ലെങ്കിൽ പരുന്നുകാരെ പോകും. എന്താടാ അവിടെ ഒരു രഹസ്യം പറച്ചില്ലേ? അടിക്കുന്നോ ഡാ പട്ടികളെ? നീയൊക്കെ വെറും പട്ടികളാടാ. ആ എന്തിയാടാ എക്സൈസ് വിദ്യാഭ്യാസ മന്ത്രി ഗുണശേഖരൻ? എന്നാലും നിന്റെ വാലാട്ടിന്റെ ഒരു DPP ചന്തമുണ്ട് കേട്ടാ. എവിടെ പോയി കിടക്കായിരുന്നടാ പന്ന? ബാക്കി പറയണ്ട, ഞാൻ ഊഹിച്ചെടുത്ത് പൂജിപ്പിച്ചോളാം. പഴയതുപോലെ അല്ല സാറേ, ഇപ്പൊ ഇത് വാങ്ങണമെങ്കിലേ പരേഡിൽ നിൽക്കുന്ന പോലെ ക്യൂ നിക്കണം. അവന്റെ അമ്മയുടെ ഒക്കെ ഒരു ഒടുക്കത്തെ ക്യൂ. പൊട്ടിക്ക്. അയ്യോ ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങിട്ട് ഇത് പൊട്ടിക്കാനാ? എടാ പൊട്ടിക്കാൻ പറഞ്ഞ അതല്ല, തുറന്നൊരെണ്ണം ഒഴിക്കാൻ. ഞാൻ വിചാരിച്ചു. എന്താടാ നിനക്കൊരാട്ടം? നീ അടിച്ചിട്ടുണ്ടോ? ഞാൻ ആരെ അടിച്ചിട്ടില്ല. ഇപ്പൊ സാധാ സമയം ഭൂമൂലിക്കോ അല്ലേ, എപ്പോഴാ കുലുങ്ങണെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടൊരു കരുതലായിട്ട് അടി പഠിക്കുക. നീ ഒഴിക്കുന്നില്ലേ? ഒഴിച്ചോടനെ അടിയടേ. വേണ്ട വേണ്ട, കമ്മീഷണർ സാറിന്റെ മുമ്പിൽ വെറും ഒരു കോൺസ്റ്റബിൾ ആയി പത്രോസ് ഒഴിച്ചടിക്ക്. എന്നാ പറഞ്ഞ് തല തേക്കത്തില്ല സാറ്. കമ്മീഷണറും കോൺസ്റ്റബിളും അതാണ് ഭരണഘടന. തെറ്റിയതാ. ഭരണഘടന. പത്രോസ് നിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യാൻ. വെള്ളം അടിക്കാത്ത ഞാൻ വെള്ളം അടിച്ചോളാം, അല്ല കൊല്ലല്ലേ. നിന്നെ ഞാൻ വെള്ളം കുടിപ്പിക്കാടാ. പോലീസിന്റെ പണിയും വേണം, താടി ഇട്ട് പഠിക്കാനും വേണം. ഒന്ന് നിന്റെ താടി അല്ലെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബ്ലേഡ് അലർജി ആണെന്ന്. അതിനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട് സാറേ. ഞാനിത് പഠിച്ചാൽ എന്റെ മുഖം ബ്ലീച്ചിങ്ങില്ല, സോബ്ലറ്റ് പോലെ. രാത്രി കണ്ടിട്ടൊരു കാറാണെന്ന് തോന്നുന്നു. ഒരു കുറ്റിയൊടുപ്പിട്ടുണ്ടാ വരുന്നത്. കാറല്ല, കാറിന്ന് വരുന്ന പെണ്ണ്. എങ്കിലത് അവളായിരിക്കും. അവളോ? അതേടാ ആ അമേരിക്കൻ ഡേറ്റിന്റെ മീരയില്ലേ, തുണി മേടിക്കാൻ കാശില്ലാത്ത പൊന്നും. അവളെ പഠിക്കാത്ത കേട്ടത് അടി ചെറുക്കണ അവളെ. ഞാൻ പറഞ്ഞേക്കാൻ മുഖ്യമന്ത്രിയുടെ മോളെ അടിച്ചിറക്കാൻ മാത്രം താൻ വളർന്നോ? എന്നാ അടിക്കടോ. എന്നാടാ അടിക്കാത്ത? അടിക്കണ അവളെ. എന്റെ പൊന്ന് സാറ്, മുഖ്യമന്ത്രിയുടെ മോളെ ഞാൻ അടിച്ച എന്റെ വീട്ടുകാർക്ക് എന്റെ ഫോട്ടോ സ്റ്റാറ്റ് പോലും കിട്ടൂല. എന്തിനാ കൊച്ചെ ഈ വേഷവും കിട്ടി ഈ നേരത്തെ ഇങ്ങനെ? ഈ നേരത്ത് വന്നാലല്ലേ അങ്ങേ ഒന്ന് ദർശനം കിട്ടൂ. ദർശനം തരാൻ ഞാൻ ആരാ? ദൈവം? അതോ നിന്റെ തന്തയെ പോലെ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ? രണ്ടും അല്ല. രാക്ഷസൻ എന്നാ എല്ലാവരും പറയുന്നേ. പക്ഷെ എനിക്കറിയാം ഈ കൊമ്പമീശ വെറും ജാടയാണെന്ന്, ഈ രാക്ഷസൻ വെറും പൂച്ചക്കുട്ടിയാണെന്ന്. മതി, ബാക്കി ഞാൻ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളാം. ഗുഡ് നൈറ്റ്. ഗതാഗത വകുപ്പ് മന്ത്രി ക്ഷമിക്കണം. ഗുഡ് നൈറ്റ്. അവറാച്ചൻ ഇടഞ്ഞ തന്നെയാ. എന്തായിരുന്നു അവന്റെ ഒരു ഹുങ്ക്? ഇനിയിപ്പോ പുതിയ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് നമുക്ക് പറ്റിയ ഒരാളെ തിരഞ്ഞെടുക്കണം. എനിക്കൊരു അഭിപ്രായമുണ്ട്. തന്റെ അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും അങ്ങ് IAS മീറ്റിംഗിൽ ചെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ രാഷ്ട്രീയപരമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട്. എറണാകുളം ക്രൈംബ്രാഞ്ചിലെ രാജം എബ്രാഹിമിനെ ആക്കിയാലോ? അയാളാവുമ്പോ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കൊള്ളിക്കാം. അവൻ കൊള്ളാം. അയ്യോ, ബഹുമാനപ്പെട്ട കമ്മീഷണർ എത്തിയോ? താൻ വരുമെന്ന് എനിക്കറിയാമായിരുന്നോ. എന്റെ കാല് പിടിക്കാൻ നടക്കുകയല്ലടാ പുല്ലേ. ഇന്നും കൂടെ നീ യൂണിഫോം വിട്ട് മീശയും പിരിച്ച് മസിലും പരിപ്പിച്ച് നടന്നോ, അവറാച്ചൻ നിന്റെ തൊപ്പി നിർപ്പിക്കൂടാ പരമ മോനെ. വളരെ ഉപകാരം സർ. എനിക്കിട്ട് പണിയല്ലേ.
എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് ഷൈൻ ചെയ്ത് നീ മറ്റടുത്തെ കോപ്പലാകാന്ന് വിചാരിച്ചല്ലേ? അതിനെ ഞൊട്ടണം. എടാ, നിന്നെ കൊണ്ട് ആറ്റുവാ കുടുംബത്തിന്റെ മുറ്റത്ത് കൊണ്ടുപോയി മൂക്കൊണ്ട് ഇമ്മ ഞാൻ വരപ്പിക്കും. എന്റെ കാലും കക്കൂസ് ഞാൻ നിന്നെ കൊണ്ട് കഴിക്കും. എടാ എന്റെ മാപ്പിളച്ച് ക്ലാരമ്മയുടെ ചട്ടയും കൊണ്ട് നിന്നെ കൊണ്ട് കഴുകിച്ചാൽ തോരക്കിടിക്കും. കേട്ടോടാ രാമനാഥൻ. തന്റെ കാല് നിൽക്കാനും തന്റെ മാപ്പിളച്ചിലെ ചട്ട തോരയിടാൻ പറ്റിയ പോലീസുകാർ വേറെ ഉണ്ടാവും ഇവിടെ. ഞാൻ വന്ന അതിനൊന്നുമല്ല. ഇന്നലെ രാത്രി നഗരത്തിലെ നക്ഷത്ര വേശ്യാലയം റെയ്ഡ് ചെയ്തപ്പോ അവിടെ നിന്ന് ക്യാബിനറ്റ് മിനിസ്റ്റർ അവറാച്ചന്റെ തുണിയും കോണാനും ഇല്ലാത്തൊരു കാസറ്റ് കിട്ടി. ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി വന്നതാ. അവറാച്ചായോ എന്താടോ എനിക്കെന്താ ഇവിടെ കാര്യം? പുറത്ത് സാധു സ്ത്രീ സംരക്ഷകയും മഹിളാ പ്രവർത്തകയുമായ അച്ചാമ്മയുടെ വീട്ടിൽ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു മന്ത്രി, അല്ലേ? തനിക്കിപ്പോ എന്താ അറിയേണ്ടത്? അറിയേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അച്ചാമ്മയുമായിട്ട് ഈ അടുത്ത കാലത്ത് വല്ല ഒരസലുണ്ടായോ? ഉണ്ടായി കാണും. അതുകൊണ്ടല്ലേ മന്ത്രി ആടിത്തിമിർത്ത രാസകേളികൾ മുഴുവൻ അവര് ക്യാമറയിൽ ഒപ്പിയെടുത്തത്. താൻ മതിമറന്ന് രസിച്ചോണ്ടിരുന്നപ്പോ അച്ചാമ്മയുടെ മൂളയുള്ള പിള്ളേര് തന്റെ കാമകേളികൾ മുഴുവൻ ഷൂട്ട് ചെയ്ത് കാസറ്റിലാക്കിയോടോ മണ്ടം മന്ത്രി. പറയരുത്. ഞാൻ പറയുന്നല്ലേ ഉള്ളടോ. താൻ കാണിച്ച പോക്കിരിത്തരം മുഴുവൻ ഈ കാസറ്റിനകത്തുണ്ട്. തന്റെ കൊച്ചുമോളാകാൻ പ്രായമുള്ള ഒരു 15 വയസ്സുകാരി പെണ്ണിന്റെ മുമ്പില് താൻ കാണിച്ച വീരസാഹസങ്ങൾ കണ്ടാ താൻ തന്നെ ഞെട്ടിപ്പോവും. കണ്ടു നോക്കുന്നോ? രാമനാഥൻ അല്ലടോ, രാമനാറി. താൻ എന്നെ സസ്പെൻഡ് ചെയ്യും അല്ലേ? താൻ എന്റെ തൊപ്പി തെറിപ്പിക്കും അല്ലേ? ചുണയുണ്ടെങ്കിൽ എനിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കടോ. തന്നെ ഞാൻ വെല്ലുവിളിക്കുക. പക്ഷെ അതിനു മുമ്പ് തന്റെ കസേര ഞാൻ തെറിപ്പിക്കും. അതിനുള്ളതായത് കാണോ? എനിക്ക് കാണോടോ പരമം. കമ്മീഷണറെ, എന്റെ പ്രതിച്ഛായ തകർക്കരുത്. എന്റെ ഒരു പ്രതിച്ഛായ? മന്ത്രിയോ മന്ത്രിയുടെ മക്കളോ പ്രതികളായാൽ ഉടനെ അവരുടെ പ്രതിച്ഛായ തകരും. മാനവും മര്യാദയ്ക്ക് കഴിയുന്നവരെ മനഃപൂർവ്വം പ്രതികളാക്കി അവരുടെ ഛായയും പ്രതിച്ഛായയും തകർത്ത് അവരുടെ കുടുംബത്തെ ആത്മഹത്യയുടെ വക്കത്ത് വരെ എത്തിക്കുന്നത് തനിക്കൊക്കെ ഒരു ആനന്ദമാണ്. കാരണം അവരൊക്കെ തന്റെ രാഷ്ട്രീയ പ്രതിയോഗികളാണല്ലോ. അതിന്റെയൊക്കെ തെളിവല്ലടോ പ്രമാദമായ ചാവറ പെൺവാണിഭ കേസ്. കേസിൽ ഉൾപ്പെട്ട പെണ്ണ് വേശ്യയാണെന്ന് അവളെ സമ്മതിച്ചാലും നിങ്ങൾ സമ്മതിക്കില്ല. അവളുടെ കന്യാത്വം നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞ് താൻ എത്ര പേരെയാണോ ജയിലിൽ ഇടിച്ചത്? അതിന്റെയൊക്കെ ശിക്ഷയാണ് അവരാച്ച ഇപ്പൊ കിട്ടുന്നത്. പണ്ടൊക്കെ ദൈവം പിന്നെ ആയിരുന്നു, ഇപ്പൊ അവിടെയും കമ്പ്യൂട്ടറാ, ഉടനെ കിട്ടും. എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ദേവി ഇതെന്നെ ഉപദ്രവിക്കരുത്. കേസ് ഇരുചവി അറിയാതെ ഞാൻ ഒതുക്കി തരാം. പക്ഷേ ചെലവുണ്ട്. എന്താ? എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ ഏറ്റു. എങ്കിൽ മൂന്നാറിൽ കിടക്കുന്ന തന്റെ വക 100 ഏക്കർ ഏല എസ്റ്റേറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ പറയുന്ന അഡ്രസ്സിക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. എസ്റ്റേറ്റോ? മൂന്നാറിലോ? എനിക്കോ? എന്ന് തരാമെന്നാ ഈ പറയുന്നേ? വിലപേശ നീലങ്ങളെയല്ലേ. എന്റെ ഒരാള് അവറാച്ചൻ പറയുന്ന സ്ഥലത്ത് അവറാച്ചൻ വന്ന് കാണും. മാസ്റ്റർ കാസറ്റും എസ്റ്റേറ്റും പരസ്പരം കൈമാറിയതിനു ശേഷം താൻ സുഖസ്വസ്ഥമായിട്ടിരുന്ന് ഭരിച്ചോടോ. കേരള ജനത പുളകം കൊള്ളട്ടെ. തന്നെ പോലുള്ള നാറികൾ ഭരിച്ചാലേ ബാക്കിയുള്ളവന് 4 ചക്രം ഉണ്ടാക്കാൻ പറ്റൂ. ഇതൊന്ന് കണ്ടു നോക്ക്. അപ്പൊ പോട്ടെ. ഓ, ഇനി നാളെ സല്യൂട്ട് ചെയ്യാൻ എന്റെ തലയിൽ തൊപ്പിയില്ലാതെ പോയാലോ? എന്താ ഇതെന്താണോ? തനിക്കിതെന്ത് പറ്റി? ഇനിയൊന്നും പറ്റാനില്ല സി എം എ. എന്താണോ തന്റെ കയ്യില്? ഇതൊരു കാസറ്റാ. കാസറ്റോ? ഒരു സിനിമയുടെ കാസറ്റാ. തനിക്കൊക്കെ ഇത് കാണുന്നതല്ലേ ഇഷ്ടം. കമ്മീഷണറുടെ സസ്പെൻഷൻ ഓർഡർ ഇട്ട് കഴിഞ്ഞു. അയ്യോ, അത് പറയാനാ ഞാൻ വന്നത്. അത് പിൻവലിക്കണം. അതെന്താ? പിൻവലിച്ചേ പറ്റൂ. എന്താണോ പെട്ടെന്നൊരു മനംമാറ്റം? കർത്താവിനെ ഓർത്ത് എന്നോടൊന്നും ചോദിക്കല്ലേ സി എം എ. നമ്മുടെ ഖജനാവ് പോലെ എന്റെ ജീവിതവും കാലിയാക്കരുത്. ഒരു ജോലി ഞാൻ സമ്മതിക്കില്ല. ഇവൻ എവിടെ? അവൻ ബഹളം ഉണ്ടാക്കാതെ എടുക്കാം. അപ്പോ 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 ഒന്ന് വേഗം വലിച്ചു കെട്ടടാ. അപ്പോന് ഫോൺ ഇങ്ങ് താമസ. ഒന്ന് പിടിവിട്ടതേ ഉള്ളൂ, അപ്പോഴേക്കും താഴെ പോകും. ഹലോ, ആളടിയില്ലേ? ഹലോ, ഇയാളെപ്പോഴാ എന്റെ അടി കയറിയത്? ഹലോ, ആരാ? എന്താടാ നീ വിളിച്ചത്? അയ്യോ, സാറായിരുന്നോ? ക്ഷമിക്കണം, ഞാൻ എന്റെ അടി കിടന്നാളോട് പറഞ്ഞതാ. അടി കിടന്നാളോ? എന്താടാ അവിടെ ബഹളം? അത് ഞാൻ ഏണിയുടെ മോളിൽ നിന്ന് താഴേക്ക് വന്നാ, പകരം ഞാൻ ഒരാളെ മുകളിലേക്ക് വിട്ടിട്ടുണ്ട്. നീ ഉടനെ എന്നെ ഒന്നൊന്ന് കാണണം. ഇന്ന് ഉത്സവമല്ലേ? എന്റെ അമ്മായിയമ്മയുടെ ഒരു ഉത്സവം വൈകുന്നേരമല്ലടാ കഴുതേ. ഞാനും വരുന്നുണ്ട് ഉത്സവത്തിന്. മുത്തച്ഛിയോട് പറഞ്ഞേക്ക്. പിന്നെ നീ ഇപ്പൊ തന്നെ ഫൈനാൻസ് മിനിസ്റ്റർ അവറാച്ചന്റെ വീട് വരെ ഒന്ന് പോകണം. എന്താ സാർ, കോള് വല്ലതും ഉണ്ടോ? ഒരു വലിയ കാസറ്റ് ബിസിനസ്സാ. അതൊക്കെ വരുമ്പോ പറയാം. അപ്പൊ സാറ് പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ സാർ. നീ പെട്ടെന്ന് റെഡി ആവും, നമുക്ക് സ്ഥലം വരെ പോകണം. എങ്ങോട്ടാ? അയ്യേ, അങ്ങോട്ടൊന്നും ഇനി പോകാൻ പറ്റില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ?
ഈ +2 ആ ഇത്രയും പേര് ദോഷം ഉണ്ടാക്കി. ഒരുമാതിരി മറ്റോടത്തെ വർത്താനം പറയരുത്. ഈ +2 കാരണം പാർട്ടിക്ക് എത്ര ലക്ഷത്തിന്റെ പ്ലസ് ഉണ്ടായി, CS എത്ര പ്ലസ് ഉണ്ടായി, എനിക്ക് എത്ര പ്ലസ് ഉണ്ടായി, പാർട്ടി പ്രവർത്തകർക്ക് എത്ര പ്ലസ് ഉണ്ടായി. ഇനിയിപ്പോ +3 കൂടി തുടങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം. അതെന്താ? ഈ 3 വർഷത്തെ ഡിഗ്രി കൂടി സ്കൂളിലാക്കണം. അതാണ് +3. അതോടുകൂടി മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായം പൊളിച്ചടക്കി തിരുത്തി കുറിക്കണം. അതെ, പള്ളിക്കുടുത്തി പോത്തന്റെ വാശിയാ മിനിസ്റ്റർക്ക്. ഇലക്ഷൻ പ്രചരണത്തിൽ എന്തെങ്കിലും പുതിയ മാർഗം കണ്ടെത്തിയേ പറ്റൂ. മറ്റവന്മാര് ചവിട്ടുനാട് ഇറക്കുമ്പോ അതിലും ഒരു വഴി മോളി വേണം നമുക്ക്. വീഡിയോ പ്രചരണമാണെങ്കിൽ നന്നായിരിക്കും. ശരിയാ, നമുക്ക് കാസറ്റ് ഇറക്കാല്ലേ ആവറാച്ച? കാസറ്റ് ഷൂട്ട് ചെയ്തിറക്കാന്ന്. കാസറ്റോ? കാസറ്റ് ഒന്നും വേണ്ട, അതായി കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കാസറ്റ് ഇറക്കുന്നത് നല്ലതാ വറാച്ച. അത് നല്ല സിനിമ പോലെ ഷൂട്ട് ചെയ്യണം. നമ്മുടെ ഭരണ നേട്ടങ്ങളൊക്കെ മുഴുവൻ കാണിക്കുന്ന കാസറ്റ് ആയിരിക്കണം. കാട്ടി പോയിട്ടുള്ള കഞ്ചാവ് വേട്ടയും വ്യാജമധ്യ റെയ്ഡുകളൊക്കെ ഡ്യൂപ്പിലാണ്ട് ഞാൻ തന്നെ അഭിനയിക്കും. കാസറ്റിന്റെ ഷൂട്ടിങ്ങിന്റെ കാര്യമൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. തൊടുപുഴയിൽ നിന്നൊരു കക്ഷി വരും. കാസറ്റ് ഷൂട്ടിങ്ങിന്റെ ആൾക്കാരാ. ഗുണശേഖരം സംസാരിച്ച് തീരുമാനിക്കും. ഞാൻ ഇറങ്ങുക, വൈകിട്ട് കാണാം. വരട്ടെ അവറാച്ച. അവര് വന്നോ? വന്നെന്നല്ല, CS പോവുകയാണെന്ന്. കാസറ്റിന്റെ ആൾക്കാർ പുറകെ വരുന്നുണ്ടെന്ന്. ഇങ്ങോട്ട് വന്നേ. എടാ, ഈ ഗുണശേഖരൻ ഉടനെ ഒന്നും പോകുന്ന ലക്ഷണമില്ല. അവന്മാരിപ്പോ വരികയും ചെയ്യും. ഞാൻ അകത്തിരിക്കാം, നീ ഒരു കാര്യം ചെയ്യും. മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞ് ആരെങ്കിലും വരികയാണെങ്കിൽ നീ അവന്മാരെ പ്ലാനിലകത്തേക്ക് കൊണ്ടുവരണം. അത് ശരി. അതെ, മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യത്തിന് വേണ്ടി ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരും വന്നിട്ടില്ല. ഓ, ഗുണശേഖര, എനിക്ക് ഭയങ്കര തലവേദന, ഞാൻ കുറച്ച് കിടക്കട്ടെ. അവറാച്ച സ്ഥിരമായിട്ട് വിശ്രമിച്ചോ. വേണമെങ്കിൽ ധനകാര്യ വകുപ്പ് കൂടി ഞാൻ പൊളിച്ചടക്കി തരാം. നമസ്കാരം. 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 ഞങ്ങൾ മിനിസ്റ്റർ ഒന്ന് കാണാമെന്ന്. അകത്തുണ്ടോ? ഏത് മിനിസ്റ്ററെ? എന്താ കാര്യം? ഒരു കാസറ്റിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ മതി. ഓ, നമ്മുടെ കാസറ്റ് പാർട്ടി. വാ വാ, മന്ത്രി നിങ്ങളെ കാത്തിരിക്കല്ലേ. കൊള്ളാം. നമ്മുടെ കാസറ്റുകാരാണ് സാർ. വരണം വരണം, ഇരിക്കണം. ഞാൻ നിങ്ങൾ വരുന്നു പറഞ്ഞ് കാത്തിരിക്കായിരുന്നു. അവറാച്ച സാറിന്റെ കാസറ്റിന്റെ പ്രശ്നം ഇവരൊക്കെ അറിഞ്ഞു തോന്നുന്നു. എന്താ എന്താ? അല്ല സാറ്, ഞാൻ ഗുണശേഖരൻ. വിളിക്കാൻ എളുപ്പത്തിന് ഞാൻ ഗുണശേഖരൻ സാറിന് വിളിച്ചോട്ടെ. അല്ല, ഈ അവറാച്ച സാറ്? അവറാച്ചനല്ല, ഈ കാര്യത്തിൽ ഞാനാ സാറ്. വീഡിയോ പിടിക്കണ്ടെന്ന് അവറാച്ചൻ പറഞ്ഞ പിടിച്ചടങ്ങുന്നു ഞാനും. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ അറിയണ്ടേ? അല്ല, എല്ലാ കാര്യങ്ങളും നാട്ടുകാരെ കാണിക്കുന്നത് മോശമല്ലേ? ധൈര്യമായി പിടിച്ചോളൂ. എന്റെ കൂടെ കുറെ പേര് വേണം. ഗുണശേഖരന്റെ ശക്തി എന്താന്ന് ജനങ്ങൾ അറിയണം. പരശുരാമൻ മഴവും നീട്ടി പിടിച്ച് നിൽക്കുന്നത് പോലെ ഞങ്ങളുടെ ചിഹ്നമായ കോടാലിയെ പിടിച്ച് സാറ് നിൽക്കണം. അയ്യോ, രാമനാഥൻ സാർ ഇവരുടെയൊക്കെ ബ്ലൂ ഫിലിം എടുത്തിട്ട് ഒരു വൻ വ്യവസായമാക്കാൻ പോകുന്നു തോന്നുന്നു. ഓ, ഒന്നും ആലോചിക്കാനില്ല. നിങ്ങൾ അതിന്റെ ഗൈനോളിഫിക്കേഷനെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. ഇതൊക്കെ സാറിന്റെ ഭാര്യ മക്കളും കണ്ടാൽ മോശം. കാണണം. ഇത്രയും കഴിവ് എനിക്കുണ്ടെന്ന് അവര് മനസ്സിലാക്കണം. ഇത് അവർക്കൊരു അഭിമാനല്ലടോ. നല്ല ഫാമിലി. എന്റെ മോളൊരു വീഡിയോയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. മോളോ? അല്ല, സാറിന്റെ മോളും ഇമാതിരി കാസറ്റിൽ അഭിനയിച്ചിട്ടുണ്ടോ? സ്വന്തം മോളായതുകൊണ്ട് പറയല്ല, ഈ രംഗത്ത് അവള് അടിച്ചു പൊളിക്കും. സംഗതി കുഴഞ്ഞു കൊച്ചൂട്ടാ. ഇവര് കുടുംബത്തോടെ ബ്ലൂ ഫിലിം ആർട്ടിസ്റ്റുകളെന്നാ തോന്നണേ. സമയമില്ല, പറയൂ, എന്ന് തുടങ്ങാൻ പറ്റും? അപ്പൊ ഈ മൂന്നാറിലെ എസ്റ്റേറ്റ്? മൂന്നാറിലൊന്നും വേണ്ട, ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് മതി. അതല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞ കാസറ്റിന്റെ. അത് മൂന്നാറിലെ. മൂന്നാറും വേണ്ട, പെരിയാറും വേണ്ട, ഷൂട്ടിംഗ് ഇവിടെ പിടിച്ചാ മതി. മൂന്നാറിലെ എസ്റ്റേറ്റ് വാങ്ങാമെന്ന പാർട്ടിയാണോ? പേരിട്ടോ മണ്ണാങ്കട്ട. എന്താ ഗോപന്റെ മുഖത്തൊരു വാട്ടം? തനിക്ക് വിഷമം തോന്നിയോ? തോന്നി സാർ. കമ്മീഷണർ രാമനാഥന്റെ വ്യക്തിത്വത്തോടുള്ള ആരാധനയാണ് IAS വേണ്ടെന്ന് വെച്ച് ഞാൻ IPS എടുക്കാനുള്ള കാരണം. ആ കാസറ്റ് കൈ തന്നപ്പോ നാടിനെ ഇളക്കി മറിക്കുന്ന ഒരു ഇഷ്യൂ ആക്കി സാർ അതിനെ മാറ്റും എന്ന് ഞാൻ കരുതി. ബട്ട് ഐ എം ഫീലിംഗ് ഡിഫീറ്റഡ്. സാറിന് എന്തു പറ്റി? ഈ നിലപാട് തെറ്റല്ലേ സാർ? അല്ലടോ, ഇന്നിന്റെ ശരി ഇതാണ്. ഇത് കലിയുഗമാണ്. ദേവനാണെങ്കിൽ കൂടി രാക്ഷസ വേഷം കെട്ടിയാലേ ഇവിടെ ആടാൻ പറ്റൂ. കാരണം നമ്മളെ ഭരിക്കുന്ന ചില ഭരണാധികാരികൾ പോലും രാക്ഷസന്മാരെക്കാൾ ക്രൂരന്മാരാണ്. ഇപ്പോ തെളിവുകളെല്ലാം ശേഖരിച്ച് നമ്മൾ അവറാച്ചനെ അറസ്റ്റ് ചെയ്യുന്നു വെച്ചോളൂ. നമുക്ക് കിട്ടുന്നത് സസ്പെൻഷനായിരിക്കും. പിന്നെ കുറെ രാഷ്ട്രീയക്കാരുടെ ആജന്മ ശത്രുതയും. എത്രയോ അനുഭവമുള്ളവനാടോ ഞാൻ. തനിക്കറിയോ, പണ്ടൊക്കെ നാട്ടിൻ പുറത്തെ വീട്ടിലൊരു ചെറുപ്പക്കാരനെ പോലീസ് അന്വേഷിച്ചു വന്നാൽ അവനിവനെ പെണ്ണ് കിട്ടുകയില്ല. പക്ഷെ ഇന്ന്
ക്യാബിനറ്റ് മന്ത്രിമാരെ നിശ്ചയിക്കുന്നത് പോലും വെട്ടിപ്പിനും തട്ടിപ്പിനും എത്ര നാൾ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നെ കണക്കെടുത്തിട്ടാ. മോഷണവും വഞ്ചനയൊക്കെ ഇന്ന് മാന്യതയാടോ. ഇവിടെ ഇപ്പൊ തന്റെ ആരാധ്യ പുരുഷനായ രാമനാഥൻ ചേരയെ തിന്നുന്ന നാട്ടിലാണ്. ഞാൻ അതിന്റെ നടുത്തുണ്ടം തിന്നും. അതെന്റെ ഒരു വാശിയാ. ചിലരോടൊക്കെയുള്ള വൈരാഗ്യമാണെന്ന് കൂട്ടിക്കോ. ലോയൽറ്റി ഈസ് എ ബ്ലഡി ഫൂളിഷ്നെസ് ഓഫ് ദിസ് 21st century. താനിക്കിപ്പോ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പോയിക്കോളൂ. പിടിച്ചിറക്കൊണ്ട് വാടാ നായിന്റെ മനം. കമ്മീഷണറുടെ വണ്ടിയുടെ മുമ്പിൽ കിടന്ന കഴിവരെ കിളിമാസ് കളിക്കുന്നത്. ഇങ്ങനെ ഇറങ്ങി വേടാ നായിന്റെ മോനെ. മോനല്ല മോള. എന്താ നിന്റെ ഉദ്ദേശം? നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് നിങ്ങളെ തന്നെയാ. എന്ത് തരൂ? മുഖ്യമന്ത്രിയുടെ മോളാണെന്ന് വിചാരിച്ച് എന്ത് തോന്നിയ ദിവസം പറയാന്ന് വിചാരിക്കണ്ട. ആരാ എന്താണെന്ന് ഞാൻ നോക്കൂല. തൂക്കിയെടുത്ത് അകത്തിടും. കുളിച്ച് കുറിയും തൊട്ട് ഉത്സവം ഘോഷിക്കാൻ പോവല്ലേ? അത് നിനക്ക് എങ്ങനെ അറിയാം? കൊള്ളാം. ഇന്റലിജൻസും വിജിലൻസും ഒക്കെ കയ്യിലുള്ള മുഖ്യമന്ത്രിയുടെ മോളല്ലേ കമ്മീഷണറെ ഞാൻ. ഞാൻ അറിയാതെ ഒരു ഈച്ച പോലും ഈ സംസ്ഥാനത്ത് ചുമ്മാ പറക്കില്ല. എന്താ സംശയമുണ്ടോ? പിന്നെ ഞാൻ അങ്ങോട്ടാ ഉത്സവത്തിന്. എല്ലാവരും ഒരിടത്തേക്കാവുമ്പോ എന്തിനാ 2 വണ്ടി? നമുക്ക് ഒരുമിച്ച് അങ്ങ് പോയാ പോരെ? ഒരുമിച്ച് പോകാൻ നിന്റെ തന്തയെ കൂട്ടിയാ മതി. അത് കൊള്ളാം. അപ്പൊ വണ്ടിയിൽ നമുക്ക് ഒരുപാട് തമാശയായിട്ട് പൊട്ടിച്ചിരിച്ച് പ്ലീസ് കമ്മീഷണർ വണ്ടിയിൽ എന്നെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യ്. ഞാൻ പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങിയിരുന്നോളാം. അങ്ങനെ നിന്റെ ഡ്രൈവറായിട്ടിരിക്കാൻ എനിക്ക് സൗകര്യമില്ല. പട്ടാപ്പകല് കുറ്റിയും പറിച്ച് ഇറങ്ങിയിരിക്കുക ശൃംഗരിക്കാൻ. പാവം കുട്ടിയല്ലേ സാറേ. വണ്ടിയിലാണെങ്കിൽ ഒത്തിരി സ്ഥലം ഉണ്ടല്ലോ. ഞാൻ വേണ്ട പ്രൈവറ്റ് ഒന്നിനും വന്നോളാം. എന്നാ നീ കൂട്ടിക്കൊണ്ടു. ബാക്കി ഊച്ചെടുത്തോളാം. പത്രോസേ, ഞാൻ കണ്ടില്ല. കണ്ണാരേ കണ്ണാരേ കടമ്പുമരം പൂത്തില്ലേ, പെണ്ണാളെ പെണ്ണാളെ ഉഴൽ വിളിയും കേട്ടില്ലേ. കണ്ണാരേ കണ്ണാരേ കടമ്പുമരം പൂത്തില്ലേ, പെണ്ണാളെ പെണ്ണാളെ ഉഴൽ വിളിയും കേട്ടില്ലേ. പീലിക്കണ്ണോ മിന്നുന്നു, പിടിയിലവൻ തെന്നുന്നു, കാലിക്കൂട്ടം മേയുന്നു, കളിയൊരുക്കം കാണുന്നു. ചിത്തയ്യേ നിന്താരെ തെരുവിലെല്ലാം മേളം, താളം തുള്ളാൻ വാ നീ തകില് കൊട്ടാൻ വാ, താളം തുള്ളാൻ വാ നീ തകില് കൊട്ടാൻ വാ. കണ്ണാരേ കണ്ണാരേ കടമ്പ് മരം പൂത്തില്ലേ, പെണ്ണാളെ പെണ്ണാളെ കുഴൽ വിളിയും കേട്ടില്ലേ. നിന്റെ ഇഷ്ടം പാൽക്കുടത്തിൽ കൊണ്ടുപോകും രാധയേക്കാൾ കണ്ടാൽ ഞങ്ങൾക്കില്ലേ ആവേശം. പണ്ട് പണ്ടേ നിന്റെ പേരിൽ കണ്ടതെല്ലാം കാത്തുവെക്കും നിന്താ പെണ്ണിനോടില്ലേ നീന്താട്ടം. പദനി സരി ഗരി ഗരി മദരി സരി ഭൂലോകം മുത്താരിൽ വേഗം വെച്ചില്ലേ, ചൂടും പാമ്പിന്മേൽ നൃത്തം ചെയ്തില്ലേ. ഓരോ വട്ടം കാണുമ്പോൾ നീ ഓരോ കള്ളം ചെയ്യുന്നു, നീ പാദം ഞങ്ങൾ മുത്തുമ്പോൾ ആ പാപം താനേ തീരുന്നു. നീലക്കണ്ണാ
കൂട്ടുനിന്നു കണ്ടാലാരും കാമിക്കും കണ്ണൻ. ഈ രാധയ്ക്കോ ബാലൂറും മോഹത്തേരോട്ടം. ഇറങ്ങിക്കേറും നാണങ്ങൾ നിൻ മുന്നിൽ താനേ വന്നില്ലേ. കണ്ണാരേ കണ്ണാരേ കടമ്പു മരം പൂത്തില്ലേ. പെണ്ണാളെ പെണ്ണാളെ കുഴൽ വിളിയും കേട്ടില്ലേ. പീലി കണ്ണോ നിന്നുന്നു പിടിയിലവൻ തെന്നുന്നു. കാലിക്കൂട്ടം മേയുന്നു കളിയൊരുക്കം കാണുന്നു. ചിത്തയ്യേ നിന്താരൻ തെരുവിലെല്ലാം മേളം. താളം തുള്ളാൻ വാ നീ തകില് കൊട്ടാൻ വാ. താളം തുള്ളാൻ വാ നീ തകില് കൊട്ടാൻ വാ വാ. കണ്ണാരേ കണ്ണാരേ കടമ്പു മരം പൂത്തില്ലേ. പെണ്ണാളെ പെണ്ണാളെ കുഴൽ വിളിയും കേട്ടില്ലേ. കണ്ണാരേ കണ്ണാരേ കടമ്പു മരം പൂത്തില്ലേ. പെണ്ണാളെ പെണ്ണാളെ കുഴൽ വിളിയും കേട്ടില്ലേ. ഇങ്ങോട്ട് വാടാ. പെണ്ണിനടിച്ചോണ്ട് തന്നെ എവിടെടാ രാജാ? തപ്പിയെടുക്കണവനെ പറടാ. പെണ്ണിനെ തട്ടിക്കൊണ്ടുവന്ന് ആരാണെന്ന്? ഞങ്ങളുടെ കോളനി കയറി അനാവശ്യം പറയരുത്. ഞങ്ങൾ അത്രക്കാരല്ല. എന്തോ കുഴപ്പമുണ്ടായിരുന്നു. അഡീഷണൽ DGP സംഘം വന്ന് ചാടിക്കുന്നു. അവര് നമ്മുടെ ആൾക്കാരെ തല്ലുക. എന്താ കാര്യം എന്നറിയില്ല. ഏതായാലും ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ മോളെയും കൂടെ കണ്ട അയാൾ ഇല്ലാത്ത കഥകളുണ്ടാക്കും. പത്രോസേ, നീ മീരയും കൊണ്ട് വയ്ക്കോ. നിനക്ക് കാര്യമാണ് അല്ലടാ. എവിടെടാ കഴിവറമൻ? പറടാ. എന്താ സാർ പ്രശ്നം? താനെന്താ ഇവിടെ? ചുമ്മാ ഈ വഴി വന്നാണ് സാർ. ചേരിയിലെ ഏതോ ഒരു തെണ്ടി കഴിവറ മോൻ മന്ത്രി അവറാച്ചന്റെ അനിയൻ ആന്റണിയുടെ മോളെ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഏതറാ ഏർപ്പാളി? നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിൽ അമേരിക്കക്ക് പോകേണ്ട പെണ്ണ. ഈ ചേരിയിൽ ഏതൊരു തെണ്ടിച്ചെറുക്കൻ അവളെ പുറകെ നടക്കാൻ നോക്കിയിട്ട് കുറെ നാളുകളായി. അവനെ പിടിച്ച് കുറെ ദിവസമായി ഞാൻ അവളെ പുറത്തിറക്കിയിട്ടില്ല. ഇന്ന് കോളേജിൽ സർട്ടിഫിക്കറ്റ് പഠിക്കാൻ ഞാൻ തട്ടിക്കൊണ്ട് പോയി. കാശിത്തള്ളയുടെ വീട്ടിലൊരു പെണ്ണ് വന്നിരിക്കുന്നു. വാടോ രാജാ. ഇങ്ങോട്ട് ഇറങ്ങി വേണ്ടി നായിന്റെ മോളെ. കുടുംബത്തിന്റെ മാനം കളയാൻ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കാനല്ലേ നിന്നെ ഞാൻ. ഇവിടെ തല്ലിട്ട് എന്താ കാര്യം ആനപ്പാ? നമുക്ക് വേണ്ടത് അവനെയാ. ആരടി കാശി മുത്തശ്ശി? നീയാണോടി കാശിത്തല്ല? ഈ പെണ്ണെങ്ങനെ ഇവിടെ വന്നത്? സത്യമായിട്ട് ഇങ്ങനെ ഒരു പെണ്ണ് ഇവിടെ വന്നത് എനിക്കറിയില്ല സാറേ. അവർക്കറിയാടോ. രണ്ട് നല്ല പെട കൊടുക്ക്. കിളവി തത്ത പറയണ പോലെ പറയും. മര്യാദയ്ക്ക് പറഞ്ഞോതല്ലേ. വയസ്സിയാണ് ഞാൻ നോക്കിയാലാ പറയാൻ. ദൈവത്തിനാണ് എനിക്ക് അറിഞ്ഞൂടാ സാറേ. ഞാൻ പോയില്ലായിരുന്നു. വേണ്ട, ഇപ്പോഴങ്ങോട്ട് പോണ്ട. ഈ നിൽക്കുന്ന ഏതെങ്കിലും നായിന്റെ മക്കൾക്ക് അറിയാവടാ ആ തെണ്ടി ആരാണെന്ന്? നേര് പറഞ്ഞില്ലെങ്കിൽ ചേരി അടിച്ച് നിരത്തി കളയും ഞാൻ. ആറ്റുവാക്കര കുടുംബത്തിൽ കയറി തന്തയ്ക്ക് പുറക്കാഴ് കാണിച്ചവൻ ആരാണേലും ശരി, അവന്റെ ശവം കൊണ്ടേ ഞങ്ങൾ പോവൂ. കണ്ണും പിടിച്ചത് കഥ ചെന്ന് വണ്ടി കയറടി. ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ? പുല്ലേ, നിന്നെ കൊണ്ടേ ഞാൻ പോവൂ. രാജാ പിടിച്ച് വണ്ടി കയറ്റടാ. അവളൊന്നും ചെയ്യരുത്. ഓഹോ, അപ്പൊ നീയാണ് ഈ തെമ്മാടിത്തരം കാണിച്ചതല്ലേ? മാനവും തറവാടിത്തമുള്ള കുടുംബത്തിൽ നിന്ന് നീ പെണ്ണിനെ അടിച്ചോണ്ട് പോരും അല്ല മോനെ. സാർ, ഞാൻ ആരെയും തട്ടിക്കൊണ്ടു വന്നിട്ടില്ല. ഈ കുട്ടി ഇവിടെ വന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. നീ ഇവളുമായിട്ട് പ്രേമത്തിലാണോ? ആണോടാ? പറടാ. അതെ. ആറ്റുവാക്കര കുടുംബത്തിലെ പെണ്ണിനെ തന്നെ നിനക്ക് പ്രേമിക്കണം അല്ലടാ ചെറ്റേ. അടിച്ച് കൊല്ലണ കോമസേവനെ. ഞാൻ തനിച്ചാ വന്നേ. എന്നെ ആരും തട്ടിക്കൊണ്ട് വന്നല്ല. അയ്യോ, ഇനി അവനെ തല്ലരുത്. ആ പെണ്ണ് പറഞ്ഞ കേട്ടില്ലേ? ഇവനല്ല അവളെ തട്ടിക്കൊണ്ട് പോന്നു. ഓഹോ, ഇവനെ തൊട്ട തനിക്ക് നോവല്ലേ? എനിക്കറിയാം തന്റെ ബലത്തിലാ ഇവൻ ഈ തെമ്മാടിത്തരം കാണിക്കുന്നതെന്ന്.
ചേരിയിലെ തെണ്ടികൾക്ക് ഒരു പെണ്ണുകുട്ടി കൊടുക്കാൻ തുടങ്ങിയതാണ്. സർ സർ പ്ലീസ് പ്ലീസ് മൈൻഡ് യുവർ വേർഡ്സ്. സാർ പറഞ്ഞ പണി ഞാൻ ചെയ്യാറില്ല. പക്ഷേ എന്ത് പണിയെടുത്തും നക്ഷത്രങ്ങളുടെ എണ്ണം കൂട്ടുന്ന ഡിപ്പാർട്ട്മെന്റിലെ പോലീസ് പിമ്പ് ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ ഇവർക്ക് എല്ലാവർക്കും അറിയാം. കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഐ ഡോണ്ട് വാണ്ട് ടു ബെലിറ്റിൽ മൈ സുപ്പീരിയർ. പ്ലീസ് പറ കൊച്ചേ, നീ എന്തിനാ തനി ഇറങ്ങി പോകുന്നത്? എനിക്ക് അപ്പൂനെ ഇഷ്ടം. ഇഷ്ടമാണെന്ന് വെച്ച് ആരും അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാ വേണ്ടത്? ഞാനിന്ന് പോന്നില്ലായിരുന്നെങ്കിൽ ഇവരെന്നെ അമേരിക്കക്ക് വിടുമായിരുന്നു. എനിക്ക് അപ്പൂനെ വിട്ടു പോകാൻ പറ്റില്ല. ഈ അപ്പു ആരാ എന്താണെന്ന് ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാണോ കുട്ടി അവനെ ഇഷ്ടപ്പെട്ടത്? കിടക്കാൻ പട്ടുമത്തയും കഴിക്കാൻ സ്വർണ്ണത്തളിയും പരിചരിക്കാൻ ചുറ്റും പരിചാരകരുമുള്ള ഒരു വലിയ വീട്ടിലെ പെണ്ണാതി. അപ്പുവിന്റെ വീട്ടിൽ കിടക്കാൻ ഒരു പായ പോലും കാണില്ല. വിദേശ നിർമ്മിത സ്പ്രേയുടെ മണമറിഞ്ഞ നിനക്ക് ഈ ചേരിലെ ദുർഗന്ധം സഹിക്കാൻ പറ്റില്ല. പ്രായത്തിന്റെ ചോരത്തിളപ്പിൽ പലതും തോന്നും. പക്ഷേ ജീവിതം ആരംഭിക്കുമ്പോഴേ എന്റെ കയ്പ് മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പൊ ഇവരോട് പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ല, ഞാൻ പോവില്ല. എല്ലാം സഹിക്കാൻ തയ്യാറായി തന്നെ ഞാൻ വന്ന്. എല്ലാരും ചേർന്ന് എന്നെ പറഞ്ഞയച്ച സത്യമായിട്ട് ഞാൻ ചത്തുകളയും. നീ ചത്താലും നിന്നെ കൊണ്ട് ഞങ്ങൾ പോകും. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. പ്രായപൂർത്തി വന്നൊരു പെണ്ണാണ് അവള്. അവള് സ്വമേധ ഇറങ്ങി പോകുന്നതാണ്. ഇവിടെ നമുക്കോ നിയമത്തിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പെണ്ണിന്റെ തീരുമാനമാണ് പ്രധാനം. മിസ്റ്റർ രാമനാഥൻ, ഈ ചേരി കൂടി ഉൾപ്പെടുന്ന സിറ്റിയിലെ പോലീസ് കമ്മീഷണറാണ് നിങ്ങൾ. നിങ്ങളിപ്പോ പറയുന്നതും കാണിക്കുന്നതും ചേരിയിലെ എംബോക്കികളുടെ നേതാവിനെ പോലെയാണ്. നിങ്ങൾ നിങ്ങളുടെ പൊസിഷനും ഡിഗ്നിറ്റിയും മറക്കുന്നു. തൽക്കാലം രാമനാഥൻ ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി. സോറി സർ, ഈ കാര്യത്തിൽ സാറിനെ അനുസരിക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്. പൊസിഷനും ഡിഗ്നിറ്റിയും പ്രസ്റ്റീജും ഒക്കെ പണക്കാർക്ക് മാത്രമല്ല സർ, പാവപ്പെട്ടവർക്കുണ്ട്. ചേരിയിൽ ജനിച്ചു പോയതുകൊണ്ട് ഇവർക്ക് ആത്മാഭിമാനവും അന്തസ്സും ഇല്ലെന്ന് ധരിക്കരുത്. അല്ല, ഇതൊന്നും സാറിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പൂന്തുറക്കടപ്പുറത്ത് നൂറുകണക്കിന് ആളുകൾ വർഗീയ ലഹളയിൽ മരിച്ചു വീണപ്പോ AC റൂമിൽ നിന്ന് ഇറങ്ങാത്ത സാറിന്റെ നീതിബോധം ഒരു SI അന്വേഷിക്കേണ്ട പെണ്ണ് കേസിൽ ഉണർന്നെണീറ്റ് എന്റെ രഹസ്യം എനിക്ക് മനസ്സിലായില്ല. ഒരു ബറ്റാലിയൻ പോലീസുമായിട്ടുള്ള ഒരു കൊച്ചു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. സാർ, നമ്മൾ തമ്മിൽ ഗുസ്തി പിടിച്ച് കാക്കിക്കുപ്പായത്തിന്റെ വില കളയണ്ട. സാറിപ്പം മടങ്ങിപ്പോണം. നമുക്കൊന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഈ അന്തോണിച്ചൻ ആറ്റുവാക്കര മത്തായിച്ചന്റെ മോനാണെങ്കിൽ മാമോദീസ വെള്ളം തലയിൽ വീണനാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോ എന്റെ മോളെ കൊണ്ടേ പോകൂ. തടുക്കാൻ ചടങ്ങുകൾ തടുക്കടാ. വാട്ട് ഈസ് യുവർ ഫൈനൽ ഡിസിഷൻ സർ? അന്തോണിച്ച, തൽക്കാലം നമുക്ക് തിരിച്ചു പോവാം. താൻ ഇതെന്നതാ ഗോമസേ പറയുന്നേ? തിരിച്ചു പോകുന്ന അനുചേട്ടാ നല്ലത്. തന്റെ പെൺകുട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ നോക്കിക്കോളാം. താൻ ഇവരോട് സംസാരിച്ചിട്ട് വിവരം അറിയിക്കണം. സർ. വാ അന്തോണിച്ച. കഴിവണം മോനെ. സ്വന്തം അനുദിനെ പോലെ കരുതി എന്നെ നീ എസ്പേഡ് ഇടാൻ കൂലിയാക്കി നാടൻ കളിക്കായിരുന്നടാ. പേടി കൊണ്ടാ ഞാൻ പറയാതിരുന്നത്. ഈ കുട്ടിയെ സ്നേഹിച്ചു എന്നല്ലാതെ ഞാൻ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നോട് പൊറുക്കണം. സാർ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. എന്തും. ഇവിടെ ഞാൻ പറഞ്ഞു വിടണോ? സാറ് പറയും. സാറേ, എന്റെ കുഞ്ഞിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. അവക്ക് അവനെയും അവൻ അവളെ ഇഷ്ടമാണെങ്കിൽ അവരൊന്നിച്ച് ജീവിച്ചോട്ടെ. സാറ് വിചാരിച്ചാ മാത്രമേ നടക്കൂ. ഈ മുത്തശ്ശിയുടെ അപേക്ഷയായത്. ആ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇറ്റ്സ് വെരി ഡിപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് സീരിയസ് മാറ്റർ. അയ്യോ, അങ്ങനെ പറയല്ലേ. പത്രോസേട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. ഒന്നുകൂടി അടിച്ചേ. ഞാൻ പറഞ്ഞ പുള്ളിക്കാരൻ എന്തും കേൾക്കും. എന്റെ മുഖത്ത് നോക്കാൻ തന്നെ പുള്ളിക്കാരന് പേടിയാ. നീ പേടിക്കണ്ട. പക്ഷെ സംഗതി പെൺപാണിവായതുകൊണ്ടാ എനിക്കൊരു മടി. അയ്യോ, ഇത് പെൺവാണിപ്പല്ല. ഞങ്ങൾ തമ്മിൽ നേരത്തെ പ്രേമിച്ചതാ. ഇന്നത്തെ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എടാ, ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? പെണ്ണ് നിന്റെ കൂടെ 2 മാസം താമസിച്ചതിന് ശേഷവും വേണമെങ്കിൽ ഇത് പെൺപാണിവാക്കാം. അവക്ക് വേണമെങ്കിൽ വനിതാ കമ്മീഷന്റെ മുമ്പിൽ പോവുകയും ചെയ്യാം. എന്തും പറഞ്ഞ് തോണ്ടിയത് ഞാനാ. എന്തും പറഞ്ഞ് അവളുടെ ചരിത്രം നഷ്ടപ്പെടുത്തിയതും പറഞ്ഞ്. ചരിത്രമല്ല, ചാരിത്രം. സിർജിനിറ്റി. നിന്റെ സിർജിനിറ്റിക്ക് അയ്യേ, പത്രോസേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അവളൊന്നും വന്നല്ലേ ഉള്ളൂ. ചേട്ടനടിച്ച് ഫിറ്റായ പട്ടിക്കഴിവറിയുവാനെ. നീ നോക്കണ്ട. നിന്റെ ഏമാന്റെ കാറ്റ് പോയെന്നാ തോന്നണേ. അഡീഷണൽ DGP മന്ത്രിയൊക്കെ കൂടെ അങ്ങേരെ കൊന്നു കാണും. ഈ പത്രോസ് പോകേണ്ടി വരുമല്ലോ അങ്ങേരെ കൊണ്ടുവരാൻ. ആരാടാ പ്രായപൂർത്തിയായ ചെറുപ്പക്കാരല്ല വീട്ടിലേക്ക് 2 ടോർച്ച് അടിച്ചു നോക്കണം. രാമനാഥൻ സാറാ വരുന്നത്. എന്റെ കാര്യം ശരിയാക്കണേ. നീ പൊക്കോടാ, ഇതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. നീ എന്റെ പ്ലാ കണ്ടോ? പ്ലാ പ്ലാ പ്ലാ.
ആ ചെറ്റ കഴിവറണോൻ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടന്നിട്ട് ബാക്കിയുള്ളവനെ കിടക്കപ്രതിയില്ലാത്തത്. നിന്നെ ഒന്നും സ്നേഹിക്കാൻ കൊള്ളുകടാ പൊന്നൊക്കെ. ബാക്കി പൂരിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. പൂരിപ്പിക്കാൻ എനിക്ക് മനസ്സില്ലാന്ന് മിസ്റ്റർ രാമനാഥൻ. നീ എന്താ വിളിച്ചേ? അല്ല മിസ്റ്റർ രാമനാഥൻ സാറിന് വിളിച്ച തെറ്റ. പെണ്ണിനെ പറ്റിയും പ്രേമത്തിനെ പറ്റിയും സാറിന് ഒരു പുണ്ണാക്കും അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ജെയ്സി അപ്പു തമ്മിലുള്ള പ്രേമം ഗാഢമാണ്. ചങ്ങമ്പുഴൻ രമണനും പോലെ, നയനാരി കരുണാരനും പോലെ. അതേപ്പറ്റി എന്റെ അഭിപ്രായം. ഇതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താടാ? എന്റെ അഭിപ്രായത്തിൽ അവൻ കഴിച്ച് തല്ലിത്തരോ ചെറ്റത്തരോ എന്ന് പറയാൻ പറഞ്ഞിട്ടല്ലേ എന്നെ തല്ലി. ഞാനെങ്ങനെ പറയണം? അല്ലെങ്കിൽ പത്രോസ് പാരയായിന്നാ തോന്നണേ. ഇയാൾക്ക് കള്ളു വാങ്ങിച്ചു കൊടുത്ത എന്നെ വേണം തല്ലാൻ. മൂക്കറ്റം വെള്ളം അടിച്ചോണ്ട് നിന്ന് മോങ്ങുന്നോ? പോയി വിളിച്ചോണ്ടവനെ. അപ്പേ അങ്ങോട്ടോടെ പോവോ? അല്ല അപ്പ വിളിക്കാനായിട്ടാ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ എന്നെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞില്ല. എന്നോട് ചോദിക്കാതെ കണ്ണിക്കണ്ട തോന്നിവാസം കാണിക്കുന്നവനൊന്നും കയറി വരാനുള്ള വീടല്ലത്. ചോദിച്ചിട്ടൊക്കെ പ്രേമിക്കാൻ പറ്റുമോ? വേണ്ടടാ, നീ പ്രേമിച്ച് മരിക്ക്. പിന്നെന്താ പ്രേമഭാജനത്തെ അവിടെ ഇട്ടുണ്ട്, നീ മാത്രം ഇങ്ങോട്ട് എന്നുള്ളത്? അത് പിന്നെ സാറിന് സംശയം തോന്നണ്ടാന്ന് കരുതി. എന്ത് സംശയം? അല്ല, രാത്രിയിലെ ആകെ ഒരു മുറിയുള്ള വീട്ടിലെ ഞാനും ആ പെണ്ണും ഞാനും എന്തെങ്കിലും സംഭവിച്ച അതിന്റെ മാനക്കെട് സാറിനല്ലേ? സംഭവിച്ചാ കൊന്നുകളാ ഞാൻ. ഒന്നും സംഭവിക്കില്ല. അമ്മച്ചാണ് ഒന്നും സംഭവിക്കില്ല. ആ പിന്നെ നാളെ രാവിലെ അവളെ കൊണ്ട് വീട്ടിലാക്കിയേക്കണം. വീട്ടിൽ കൊണ്ടാക്കാനോ? എന്താ പറ്റിയല്ലേ? സാറ് പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. എനിക്ക് നിങ്ങളുടെ കല്യാണം നടത്തി തരാമെന്ന് അവര് വാക്ക് തന്നു. സത്യമാണോ? സത്യം ചെയ്യിച്ചു. കല്യാണത്തിന് ശേഷം നിന്നെ അവർ അമേരിക്കയിൽ കൊണ്ടുപോകും. പക്ഷേ അതിനു മുമ്പ് അവരെ മാനം രക്ഷിക്കാൻ വേണ്ടി നീ ആ പെണ്ണിനെ അവിടെ കൊണ്ടുവന്ന് ആക്കണം. ഈശ്വര, ഞാൻ എങ്ങനെയാ സാറിനോട് നന്ദി പറയേണ്ടത്? നന്ദിയൊന്നും പറയണ്ട. അപ്പൊ കൂടെ സാറ് ചെല്ല്, ഇല്ലെങ്കിൽ ആ പെണ്ണ് പേടിക്കും. എന്നാ പോയിക്കോട്ടെ സാർ. പിന്നെ നീ തിന്നെ കിടന്നാ മതി. കല്യാണം കഴിയുന്നവരെ സെക്യൂരിറ്റിയുടെ ചാർജ് എനിക്കാ, മനസ്സിലായോ? അയ്യോ, ഞാൻ വേണേ മുറ്റത്ത് കിടന്നോളാം. സാറിന് വേറെ ഒന്നും തോന്നരുത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഗുഡ് നൈറ്റ്. എന്തിരിപ്പാ കുട്ടിയെ ഇത്? ഇന്നലെ രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടച്ചോ നീ? എല്ലാം ഈശ്വരൻ നേരാക്കി തരും മോളെ. അപ്പു വന്നില്ലേ ഇതുവരെ? അവൻ രാമനാഥൻ സാറിനെ കണ്ടിട്ട് രാത്രി തന്നെ വന്നല്ലോ. ഇത്തിരി ഇരുട്ടിട്ടാ വന്നത്. തിണ്ണേ തന്നെ കിടന്ന് ഉറങ്ങി. ഉണങ്ങിട്ടില്ല. മുത്തച്ഛി കോലി പോയിട്ട് ഇപ്പൊ വരാം. എന്റെ മോള് സങ്കടപ്പെടുന്നു വേണ്ട കേട്ടോ. ദാ ചായ കുടി. അപ്പുന്റെ കൂടെ അല്ലാതെ പിന്നെ എവിടെ ഞാൻ കിടക്കണത്? ഞാൻ ഇവിടെ രാത്രിയിൽ കിടന്നു. എന്റെ അമ്മച്ചി, എന്താ? നിന്നെ ഒന്ന് തൊടുപോലും ഇല്ലെന്ന് ഞാൻ രാമാസാറിന് വാക്ക് കൊടുത്താ. എന്നിട്ടിപ്പോ അബോധാവസ്ഥയിൽ നീ എന്റെ കന്യാത്തം കവർന്നെടുത്തോടി. ഈശ്വര, എന്റെ വെർജിനിറ്റി പോയി. ഒരു സ്നേഹവും ഇല്ലേ അപ്പൂന്? ഇന്നലെ രാത്രി എന്നെ തനിച്ചാക്കിയിട്ട് പോയില്ലേ? വന്ന ദിവസം തന്നെ എന്നോട് ഇത് വേണ്ടായിരുന്നു. ഞാൻ ഒത്തിരി കരഞ്ഞു. എല്ലാരും ഉപേക്ഷിച്ചല്ലേ അപ്പു ഞാൻ വന്നേ. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ? സോറി മോളെ, മനഃപൂർവ്വം നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പോയതൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. എന്ത് അത്ഭുതം? പറയാം. അതിനു മുമ്പ് നിന്റെ പരിഭവം ഒന്ന് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. രാമനാഥ സാറിന് കൊടുത്ത വാക്ക് തൽക്കാലം കാശിക്ക് പോട്ടെ. ഇല്ല. ഈശ്വര, ഇന്നിവിടെ കൊല നടക്കും. ഇതുവഴി പോയാൽ കാണും. അയ്യോ, അതുവഴി പോവല്ലേ. ഇങ്ങോട്ട് കട്ടിന്റെ അടി കയറിക്കോ. നിനക്കെന്താ ഒരു സിനിമാസ്കോപ്പ് ചിരി? രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. അപ്പൊ ഇവിടെ ഒന്ന് കേറിയിട്ട് പോവാന്ന് വിചാരിച്ചു. ആറ്റുവാക്കാര് അത്ര നല്ലവരായതുകൊണ്ട് ടെൻഷൻ. രാത്രി പ്രശ്നമൊന്നും ഉണ്ടായില്ല? എന്ത് പ്രശ്നം? ഞാനിവിടെ കിടന്നു, അവള് മോളിൽ കിടന്നു. അല്ല, അകത്ത് കിടന്നു. അതല്ലടാ മരക്കഴുത. ആ ആന്റണി സംഘവും ഒന്നും വല്ല കുഴപ്പമുണ്ടാക്കിയെന്ന് ചോദിച്ചാ? നീ അവളോട് കാര്യം പറഞ്ഞു? അല്ലെങ്കിൽ വേണ്ട,
ഞാൻ തന്നെ അവളോട് പറയാം. എവിടെ അവള്? എവിടെ അവള്? ആകാശത്തിലോ? അല്ല, അകത്ത്. എന്ത് അവള്? ഷേവ് ചെയ്യാ. അല്ല, പല്ലേക്കണോ? നീ അവളെന്ന് വിളിച്ചേ? ഇപ്പൊ പറ്റില്ല. എന്താ പറ്റാ? വേറെ ചില പ്രശ്നമുണ്ട്, ഇപ്പൊ പറ്റില്ല. എന്താ പ്രശ്നം? ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താണ് പ്രശ്നം? ബാത്റൂമിലാ. അതാ നേരത്തെ പറഞ്ഞു തൊലച്ചൂടെ? ഒരു പെണ്ണ് വന്ന് കയറിയപ്പോ നിനക്ക് തലയ്ക്ക് വട്ടായ? വട്ടായ? എനിക്കും അങ്ങനെ തോന്നാ. ആകപ്പാടെ ഒരു പരിഭ്രാന്തി. വെറുതെ ചിരിക്കാനും കരയാനും അങ്ങോട്ട് തോന്നുക. ഇതിനാണ് സാർ വട്ടെന്ന് പറയാ? ഇതിനും വട്ടെന്ന് പറയാറുണ്ട്. നിനക്കെന്താടാ കോങ്കണ്ണുണ്ടോ? ദൈവമേ, സാറിന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കോങ്കണ്ണും വരുന്നുണ്ട്. കംപ്ലീറ്റ് പ്രോബ്ലം സാർ. എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായാലും രാവിലെ തന്നെ പെങ്കൊച്ചിനെ കൊണ്ട് വീട്ടിലാക്കി. അയ്യോ, ഒന്നുമില്ല, വെറുതെ അയ്യോ. പെണ്ണ് കട്ടിലടിക്കണമെന്ന് വിഷമിക്കുന്നുണ്ടാവല്ലേ? അതെ. സാറെന്താ പറഞ്ഞേ? ഒന്നാമത് നീ അവളെ വളച്ചൊരു പരുവത്തിലാക്കി. കട്ടിലടി കിടന്ന് ഇനിയും വളഞ്ഞ അരിവാള് പോലെ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. എന്നിട്ട് പോകാൻ പറയണം അവളോട്. ഇറങ്ങി പോരെ, കണ്ടുപിടിച്ച് കൊണ്ടാക്കിട്ട് എന്നെ ഒന്ന് വിളിക്കണം. എടോ മൈഗുണാപ്പ, ഞാൻ പറയുന്നൊന്ന് അങ്ങോട്ട് കേൾക്ക്. എക്സൈസ് നിയമപ്രകാരം പള്ളിക്കൂടവും ബാറും തമ്മിൽ 200 മീറ്റർ അകലം വേണമെന്നാ. ആ നിയമം പാലിച്ചേ പറ്റൂ. അപ്പോ ബാറിരിക്കുന്ന പുതിയ 10 നില കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നാണോ? എടോ, പുതിയ കെട്ടിടം പൊളിക്കുന്ന ആരെങ്കിലും പറഞ്ഞോ? ബാറല്ല നമ്മൾ പൊളിക്കുന്നത്. ബാറിനടുത്തുള്ള സ്കൂള് പൊളിച്ചടക്കാൻ ഓർഡർ ഇട്ടിരിക്കാൻ ഞാൻ. അതിന് വകുപ്പ് ഞാൻ വേറെ കണ്ടുപിടിച്ചു. എക്സൈസും വിദ്യാഭ്യാസം ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ മന്ത്രിയെ ഞാൻ. താൻ എന്നെ നിയമം പഠിപ്പിക്കണ്ട. അതെ. കമ്മീഷൻ ഇപ്പൊ എത്ര സാർ? ദാസ്ബാ, നീ ആ സ്റ്റേറ്റ് കാർ എടുത്തുകൊണ്ട് പോയിട്ട് 50 കുപ്പി മിനറൽ വാട്ടർ വാങ്ങി മണിയമ്മയ്ക്ക് കൊണ്ടുകൊടുക്ക്. എന്റെ ഭാര്യ മണിയമ്മ മിനറൽ വാട്ടറിലെ കുളിക്കണേ. പക്ഷെ കളർ വയ്ക്കണല്ലേ. മണിയമ്മ ചേച്ചിക്ക് 50 രൂപ ഉണ്ട്, എന്താകാനാ? നല്ല തടിയല്ലേ? അത് മതിയടോ. അവള് കുളി തുടങ്ങിയത് തന്നെ ഞാൻ മന്ത്രിയായതിനു ശേഷാ. പിന്നെ അവനിപ്പം എത്തും ആ കമ്മീഷണർ. 10 ലക്ഷം പോരാ, ഇനി ഇത്തിരി കൂടുതൽ വേണമെന്ന് പറഞ്ഞാലും താനങ്ങ് സമ്മതിച്ചേക്കണം. അയാള് മനസ്സ് വെച്ചാലേ തന്റെ ചേട്ടനെ പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. സല്യൂട്ട് ഒന്നും വേണ്ട കമ്മീഷണറെ. ആര് കാണാനാ? ഇതാ ഇങ്ങോട്ട് ഇരുന്നേൻ. വേണ്ട സർ. പ്രോട്ടോകോളൊന്നും നോക്കണ്ട രാമനാഥ. പ്രോട്ടോ കേളല്ല സർ, പ്രോട്ടോകോൾ. എന്തായാലും പ്രോ ഉണ്ടല്ലോ. നമ്മളിപ്പോ സുഹൃത്തുക്കളാണോ? ഞാൻ മന്ത്രിയായത് എന്റെ തെറ്റാണോ? അല്ല സർ, ജനങ്ങളുടെ തെറ്റാണ്. തമാശ തമാശ. എന്നെ വിളിപ്പിച്ച കാര്യം പറ സർ. പറയാം. ഇതാരാണെന്നറിയോ? ഇയാളെ നമ്മുടെ വിഷമദ്യ ദുരന്ത കേസിലെ 1-ാം പ്രതി പൊന്നച്ചന്റെ അനിയനല്ലേ? എനിക്കറിയാം സർ. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടതിന്റെ പാട് ഇപ്പോഴും ഇയാളുടെ ദേഹത്തുണ്ടാവും അല്ലേടോ? അതെ, ചോദ്യം ചെയ്തപ്പോ ഞാൻ 1-2 കള്ളം പറഞ്ഞു. പോലീസ് എന്ന് പറഞ്ഞാൽ കള്ളം പറയുന്നവരെ തല്ലാനുള്ളവരാ അല്ലേ കമ്മീഷണറെ? പിന്നെ ഞാനൊരു റെക്കമെൻഡേഷന് വേണ്ടിയാ വിളിപ്പിച്ചത്. പൊന്നച്ചനെതിരെയുള്ള കുറ്റപത്രം മറ്റന്നാളെ കോടതിയിൽ സമർപ്പിക്കുന്നെന്ന് കേട്ടു. അയാൾക്ക് കൊലക്കയർ വരെ കിട്ടാവുന്ന തരത്തിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് ഞാൻ ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും പൊന്നച്ചനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല സർ. പറ്റണം. അതിനാ കമ്മീഷണർ വിളിപ്പിച്ചേ. കമ്മീഷണറും ഞാനും അവറാച്ചനും നമ്മുടെ പാർട്ടിയൊക്കെ ഒരേ ഗ്രൂപ്പാണെന്ന് ഞാൻ ഇന്നലെ അറിഞ്ഞേ. മനസ്സിലായോ? അവറാച്ചന്റെ 100 ഏക്കർ ഏലത്തോട്ടം ഉള്ള കാര്യം നേരെ പറയാലോ. കമ്മീഷണർക്ക് വീണ്ടും കാശുണ്ടാക്കാനുള്ള ഒരു തന്ത്രം പറയാനാ വിളിപ്പിച്ചേ. ഞാൻ എന്ത് തന്ത്രം പയറ്റിയാലും ശിക്ഷ വിധിക്കുന്നത് കോടതിയല്ലേ സർ? കോടതിയൊക്കെ രാമനാഥന്റെ പേനയുടെ മുമ്പിൽ പുഴുക്കളാ. അതൊക്കെ എനിക്കറിയാം. കൂടുതലൊന്നും പറയുന്നില്ല. കുറ്റപത്രത്തിൽ പൊന്നച്ചന് രക്ഷപ്പെടാനുള്ള പഴുതുണ്ടായിരിക്കണം. കമ്മീഷണറെ, പൊന്നച്ചനകത്തായാൽ മദ്യദുരന്തം തീരുന്നു തോന്നുന്നുണ്ടോ? ചുമ്മാതാ. ഒരു വൈപ്പിൻ, പിന്നെ പുനലൂര്, കല്ലുവാതിക്കൽ, കല്ലമ്പലം, അതിങ്ങനെ മനുഷ്യച്ചങ്ങനെ പോലെ നീളും. 15 പേരെ കൊന്നൊരു പൊന്നച്ചൻ പോയാൽ 100 പേരെ വിഷം കൊടുത്തു കൊല്ലാൻ മറ്റൊരു പൊന്നച്ചൻ വരും. വന്നില്ലെങ്കിൽ സാറിനെ പോലുള്ളവർ വരുത്തും. വരുത്താതിരിക്കാൻ പറ്റോ അനിയ? നിലനിൽക്കണ്ടേ? സത്യത്തിൽ ഇവിടെ ശിക്ഷിക്കേണ്ടത് പൊന്നച്ചന്മാരെ അല്ല സർ, അവരെ സൃഷ്ടിക്കുന്ന ഗുണശേഖരന്മാരെയാണ്. അവരിൽ നിന്ന് കോടികൾ കൈക്കൂലി വാങ്ങുകയും ധൂർത്തടിക്കുകയും മണിമന്ദിരങ്ങൾ പണിയുകയും ചെയ്യുന്ന നിങ്ങൾ രാജാവായിരുന്നു കൊണ്ട് തന്റെ പ്രജകൾക്ക് വിഷവീര്യം വിളമ്പാൻ കൂട്ടുനിൽക്കുന്നു. ഇതെല്ലാം അറിയുന്ന പാവപ്പെട്ട ജനങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വോട്ട് ചെയ്യുന്നു. എല്ലാം മനസ്സിലാക്കുന്ന പാവപ്പെട്ട നിയമപാലകർ നിങ്ങൾക്ക് വീണ്ടും സല്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ മഹത്തായ ജനാധിപത്യത്തിന്റെ ഈ കറുത്ത ഭാഗത്താണ് സർ രാമനാഥൻ.
പൊന്നച്ചന്റെ കുറ്റപത്രത്തിൽ വെള്ളം ചേർക്കാൻ ഞാൻ തയ്യാർ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഇയാളോടൊന്ന് സംസാരിക്കണം. ആയിക്കോട്ടെ, പക്ഷെ സഹായിക്കണം. നമുക്ക് രണ്ടുപേർക്കും ഗുണമുള്ള കാര്യല്ലേ? പൊന്നച്ചനെ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ മന്ത്രി ഗുണശേഖരന്റെ കുടുംബ ഖജനാവിലോട്ടും അയാളുടെ പാർട്ടി ഖജനാവിലോട്ടും എത്ര കൊടുക്കാന്നാടോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? 1 കോടി. സാറിന് 10 ലക്ഷം രൂപ തരണമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പൊന്നച്ചൻ പേരിന് നിന്നാ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റുമെന്ന് സത്യമിട്ട് പറഞ്ഞതാ സാർ ഈ 2 മന്ത്രിമാരും. ഒടുവിൽ ഇപ്പോൾ പ്രശ്നം വന്നപ്പോൾ കുറ്റം മുഴുവൻ ഞങ്ങൾക്കായി. ഒരു 100 കോടിയെങ്കിലും ഞങ്ങളെ കൊണ്ട് അവർ 5 വർഷമായി ഉണ്ടാക്കിയിട്ടുണ്ട് സാർ. അപ്പോ നിങ്ങൾ എത്ര ഉണ്ടാക്കിയിട്ടുണ്ട്? അവർക്ക് കിട്ടിയതിന്റെ 10-1 പോലും ഇല്ല സാർ. ഞങ്ങളെ രക്ഷിക്കണം സാർ. ചേട്ടന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ചേട്ടത്തെയും പിള്ളേരും ആത്മഹത്യ ചെയ്യും. രക്ഷിക്കാം, പക്ഷെ ഒരു ഉറപ്പ് തരണം. എന്തുറപ്പ് വേണേലും തരാം സാർ. ഇനി ഒരു ചില്ലിക്കാശ് പോലും എക്സൈസ് മന്ത്രി ഗുണശേഖരനോ അയാളുടെ ചീഞ്ഞു നാറിയ പാർട്ടിക്കോ കൊടുത്തു പോരുത് സാർ. മേലിൽ ഈ പണി ചെയ്യില്ല എന്ന് സത്യം ചെയ്യണം. എടോ, ഇങ്ങനെ കൊലച്ചോറുണ്ടാ തന്റെ വരാൻ പോകുന്ന തലമുറയ്ക്ക് പോലും ഗതി കിട്ടുകയില്ല. പിന്നെ നിങ്ങളുടെ വിഷമദ്യം കഴിച്ച് മരിച്ചുപോയ ഒരു 15 പാവപ്പെട്ട തൊഴിലാളികളുണ്ടല്ലോ, അവരുടെ കുടുംബത്തിന് ഒരു 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കണം. കണ്ണ് നഷ്ടപ്പെട്ട 8 പേരുണ്ട്, അവർക്ക് 3 ലക്ഷം രൂപ വീതം കൊടുക്കണം. പറ്റുമോ സാർ? അത് പറ്റില്ല, പറ. എനിക്ക് വേറെ പണിയുണ്ട്. കൊടുക്കാം സാർ. നാളെ തന്നെ വേണം. എന്റെ ആളെ തന്റെ കൂടെ വരും. പിന്നെ താൻ എനിക്ക് തരാമെന്ന് പറഞ്ഞ 10 ലക്ഷം രൂപയും അയാളുടെ തന്നെ കൊടുത്താൽ മതി. തന്റെ ചേട്ടന് ജാമ്യം കിട്ടിയിരിക്കും. ഞാനാ പറയുന്നത്. ഈ ഉപകാരം ഒരിക്കലും ഞങ്ങൾ മറക്കില്ല സാർ. മറന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇപ്പൊ പറഞ്ഞൊന്നും മറക്കരുത്. നാളെ തന്നെ പറഞ്ഞ രൂപ കൊടുത്തിരിക്കണം. മറ്റാരും ഇവരെ അറിയാനും പാടില്ല. മന്ത്രിയോട് എന്നെ പറ്റി 10 ചീത്ത പറഞ്ഞിട്ട് താൻ വയ്ക്കോ സാർ. ഇംഗ്ലീഷ് പേപ്പറാ എന്താണോ കുന്തം? ആ കാണ്ടാമൃഗത്തിനോട് എന്ത് പറഞ്ഞു നോക്കിയിട്ടും കാര്യമില്ല. മന്ത്രി എന്നെ വിളിച്ചെടുത്ത് കളിയാക്കിയായിരുന്നല്ലേ? ഞാൻ പറയണ കേക്ക്. താനുമായിട്ട് ഒരു കോളിനും ഞാനില്ല. കേസിൽ നൂരാൻ വേറെ വഴി നോക്കിക്കോളാം. അത് താൻ എന്നാ കോപ്പിലെ പരിപാടിയാണോ കാണിച്ചേ? കാശ് കൂടുതലാണെങ്കിൽ ചോദിച്ചാ പോരായിരുന്നോ? എന്റെ 1 കോടി രൂപയെ കളഞ്ഞേ. ഇങ്ങനെ 1 കോടിയും 2 കോടിയൊക്കെ കൈക്കൂലി മേടിക്കുന്നത് മോശമല്ലേ മിനിസ്റ്ററെ? പണ്ട് കോടിയും മോന്തായും ഇല്ലാത്തൊരു ചെറ്റക്കുടില് കട്ടൻ കാപ്പിയും കപ്പലട്ടിയും കഴിച്ച് വിശപ്പടിക്കിരുന്ന ഗുണശേഖരൻ ഇപ്പോ ഇത്രയ്ക്ക് അത്യാഗ്രഹം പാടില്ല. കമ്മീഷണറെ, പള്ളിക്കെട്ട് ശബരിമലയ്ക്ക്, വേഷം കെട്ട് വീട്ടിലേക്ക്, അവറാച്ചനോട് കളിക്കുന്ന പോലെ എന്നോട് കളിച്ചാണ്ടില്ല. തന്റെ തൊപ്പിയല്ല, തൊപ്പിയിരിക്കുന്ന തലയങ്ങളെയും പന്ന കഴിവറുടെ മോനെ. എന്റെ കൈയുടെ ചൂട് നിനക്ക് ഓർമ്മയുണ്ടല്ലോടാ. കുറെ നേരമായി നീ മിനിസ്റ്റർ കളിക്കുന്നു. 15 വർഷം മുമ്പ് 10 തേങ്ങ കട്ടതിന് കള്ളം ഗുണശേഖരനെ കുനിച്ചു നിർത്തി ഇടിച്ച കയ്യായത്. ഇപ്പൊ വയനാട്ടിൽ തൊഴിലാളി വർഗത്തിന്റെ പേരും പറഞ്ഞ് നീ ജനങ്ങളുടെ കണ്ണി പൊടിയിട്ട് മന്ത്രിയായി. പക്ഷേ രാമനാഥന്റെ ഞരമ്പെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ, സല്യൂട്ട് ചെയ്യുന്ന ഈ കൈ കൊണ്ട് 2 കരണം അടിച്ചാൻ പൊട്ടിക്കും. എന്ത് കഷ്ടം നോക്ക്. നമ്മുടെ മോളും മരുമോനും വന്നിരിക്കുന്നു. കൊന്തയിട്ട് കുരിശും മരപ്പിച്ച് വലതുകാലം ഒപ്പിച്ച് അകത്തോട്ടുണ്ടായി പാലും പഴം കൊടുക്കണി മേരിമേ. ചേരിയിലെ ചെമ്മാന്റെയും ചെരുപ്പൂത്തിയുടെയും കൂടെ കൂത്താടി നടന്നിട്ട് വന്നിരിക്കാൻ നിന്റെ മോള്. പള്ളിമേട ചെന്ന് കുറച്ച് ആനാം വെള്ളം മേടിച്ച് തളിച്ചിട്ട് ആറ്റുവാക്കനെ തറവാട്ടി കയറ്റിയാൽ മതി. എരണം കെട്ടോളാം. മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങൾ മാന്യമായിട്ട് പെരുമാറുമെന്ന് രാമനാഥ് സാർ പറഞ്ഞോണ്ടാ ഞാൻ ഡേയ്സിയെ കൊണ്ടുവന്നത്. നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നതാണ്. മോനെ മിണ്ടിപ്പോയത് ശാവമേ. ഇതാണോ ഡേയ്സി മോളെ കെട്ടാൻ പോണ പയ്യൻ? മിടുക്കനാണല്ലോ. സൽമാൻ ഖാന്റെ ലുക്കുണ്ട്, പക്ഷെ പൊക്കും പോരാ. പ്രസംഗിക്കാതെ ഇറങ്ങി കയറുന്നുണ്ട് എനിക്ക്. ഇറങ്ങി പോടാ വഴിയില്. വരട്ടല്ലേ, പോവാൻ തന്നെ വന്നത്. ഇവിടെ കയറി പൊറുക്കാനല്ല. പക്ഷെ ഇനി ഞാൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഡേയ്സിയെ കൊണ്ടേ പോവും. തൊട്ടുപോരുത്. ചേരിത്തെരുവിലെ പാവപ്പെട്ട പിള്ളേരെ കയ്യൂക്ക് തനിക്ക് അറിയില്ല. കൊട്ടാരക്കെട്ടിരുന്ന ശീമപ്പന്നയുടെ നെയ് സേവിച്ചുണ്ടാക്കിയ തന്റെ പൊണ്ണത്തടിണ്ടല്ലോ, കുത്തി ചോർത്ത് ഞാൻ. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവൻ അപ്പൂ. ജയിലിൽ പോകാൻ എനിക്ക് മടിയില്ല. തോമസേ, ഇവരൊക്കെ എവിടെ പോയി കിടക്കണം? കൊല്ലടാ കൊല്ല്. പക്ഷെ എന്നെ കൊന്നിട്ട് മുതലാളിയും ഗുണ്ടകൾ എങ്ങോട്ട് പോകുന്നു എനിക്കറിയണം. നിന്റെയൊക്കെ കുടലെടുക്കാൻ പറ്റിയ ആണുങ്ങൾ ഇനിയുണ്ടോ ഞങ്ങളുടെ കൂട്ടത്തില്? എന്നതാടാ ഇത്? മോനെ ഉമാർ ഉപദ്രവിച്ചോ? പറഞ്ഞു പറ്റിച്ച് പെണ്ണിനെ കൈക്കലാക്കിയിട്ട് തിണ്ണമെടുക്ക് കളിക്കുന്നതാണ് ആറ്റുവാക്കാരുടെ പാരമ്പര്യം. ഇവന് ഭ്രാന്താണ് മക്കളെ. പിന്നെ മോൻ ഒന്നും ഓർക്കണം, ഇവനൊരു അപ്പനല്ലേ. പിന്നെ തോമാശ്ലീഹ നേരിട്ട് വന്ന് മാമോസ വെള്ളം ഒഴിച്ച് നസ്രാണിപ്പട്ട തന്നവരാ ഞങ്ങള്. അപ്പൊ അവിടുത്തെ ഒരു മാലഹ കുഞ്ഞ് കൈവിട്ട് പോകുമ്പോൾ ഏതപ്പനാ മക്കളെ ദണ്ണം വരാത്തത്? അപ്പൊ ഞങ്ങളുടെ കല്യാണം നടത്തി തരാന്ന് രാമനാഥ് സാറിന് വാക്ക് കൊടുത്തിട്ട്
ഇയാളിപ്പോ എന്തിനെ വൃത്തിയോട് പറയുന്നത്? മോൻ ക്ഷമിച്ചുകള. രാമനാഥനോടെന്നല്ല, എവനോട് ആറ്റുവാക്കാർ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തല പോയാലും അത് പാലിച്ചിരിക്കും. ഞങ്ങൾ നേരും നെറുവുള്ളവരാ. മക്കളിപ്പോ ഡേയ്സിലെ വല്യപ്പച്ചനല്ലേ ഈ പറയുന്നേ. എല്ലാ കള്ളപ്പന്നികളും അടിച്ചു നിരത്തണം. പറഞ്ഞ തെമ്മാടി സിറ്റിക്ക് പുറത്തേക്ക് പറഞ്ഞേക്കുമെന്ന് അവൻ നിരത്തുന്നത് കണ്ടോ? ചെന്ന് മേടിച്ചോ.
ആ തെണ്ടി കഴിവുറവെന്ന് എങ്ങനെ അറിഞ്ഞു വന്നതാ? ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് വണ്ടി കയറി തലപ്പെടാൻ നോക്ക്. സാറേ, സാറിനെ പോത്തൻകോട്ടേക്ക് അന്വേഷണത്തിന് അയച്ചത് ഈ തന്തയിലാഴ് കാണിക്കാനായിരുന്നല്ലേ? സാറേ, ആണുങ്ങളായ നേർക്ക് നേരെ വരണം. ആണും പെണ്ണും കെട്ടവരോടത് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. പട്ടിയെ തല്ലിയ പല്ലിങ്കരിയും കാണാന്നല്ലേ? എടോ ആറ്റു ആന്റണി, രാമനാഥന്റെ തനി സ്വഭാവം തനിക്ക് അറിയില്ല. എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ പൗത്തിനെ പോലെ തടിച്ചു വീർത്ത തന്റെ ഈ പിത്ത തടിയുണ്ടല്ലോ, വെട്ടി നുറുക്കും ഞാൻ. കയറിപ്പോടും. ഡെയ്സി മോളെ, എങ്ങോട്ടാ പോണേ? വീണ്ടും ഒളിച്ചോടാനാ ഭാവല്ലേ? നിന്നെ വെളിയിലോട്ട് ഇറക്കരുതെന്ന് പറഞ്ഞിട്ടാ നിന്റെ തള്ള മൂശേട്ടമേരി പോയത്. മോള് കരയണ്ട. സ്നേഹത്തിന്റെ വില എന്താണെന്ന് ഈ വല്യമ്മച്ചിക്ക് ശരിക്കും അറിയാം. പണ്ട് നിന്റെ വല്യപ്പച്ചൻ വായിക്കാത്ത ചുരുട്ടിയാ എന്നെ വീട്ടിൽ നിന്ന് കടത്തിയത്. അവൻ വരുമോ? അടുക്കളക്കാരി കാണുന്നതിന് മുമ്പ് പോയിക്കോ. ഭഗവാനെ കാത്തോളണേ. സംഭവം ചള അവിടെ വെച്ചോട്ടാ. ഞാനില്ലേ കൂടെ? അത് തന്നെ എന്റെ പേടി. അവരെല്ലാരും കൂടി അപ്പൂനെ ഒരുപാട് അടിച്ചുല്ലേ? ഇനിയും കൂടുതൽ അടി കിട്ടാണ്ടിരിക്കാനാ നമ്മളിപ്പോ ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ പ്രേമത്തെ സാക്രിഫൈസ് ചെയ്തതിന്റെ അവസ്ഥ കണ്ടില്ലേ? അയ്യോ പാവം. കണ്ടില്ലേ, ഡെയ്സിന്റെ മനസ്സലിഞ്ഞു. അപ്പൊ ഞാൻ കൊണ്ട് അടിയുടെ മുഴുവൻ കഥ പറഞ്ഞെങ്കിലോ? വാ, നമുക്ക് അകത്തിയെന്തിരുന്ന് സംസാരിക്കും. നിന്റെ ഒരു കഥ പറച്ചില് ഉള്ള നേരത്തെ വാ പോ. വല്യപ്പച്ചൻ, നമുക്ക് ഓടിയാലോ? നേരെയാ. പോലീസ് എസ്കോർട്ടോടുകൂടിയാ വരുന്നത്. ൂക്കെടുത്ത് അകത്താക്കും. നിങ്ങൾ അകത്ത് ഒളിച്ചിരുന്നോ? ആന്റപ്പനുണ്ടോ മോളെ അകത്ത്? ഇല്ല, വന്നില്ല. എന്നാ അമ്മച്ചിയെ വിളി. അവരെല്ലാം ഷോപ്പിങ്ങിന് പോയി. നിന്നെ തനിച്ചാക്കി ഇങ്ങനെ പോകലെന്ന് ഞാൻ പറഞ്ഞാണല്ലോ. നീ എന്തിനാ മോളെ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രയാസം ഉണ്ടാക്കുന്നത്? നമ്മൾ ആറ്റുവാക്കാരെ കുടുംബമായുമോ നിനക്ക് അറിയാവുന്നതല്ലേ? ആ പോട്ടെ പോട്ടെ, എല്ലാം ശരിയാവും. വന്നേ വലിയപ്പിച്ചിക്ക് ഭയങ്കര വിശപ്പ്. വാ 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 വാ. ആ വേലക്കാരിപ്പൻ ഇവിടെ ഇല്ലേ? കല്യാണിയേ പോലീസുകാരൊന്നും കഴിച്ചു കാണാം. അടിയിലേക്ക് ഇറക്കും. എട്ടമ്മ കല്യാണിയേ ഇരിക്കും. ഇരിക്കും മക്കളെ. ഇടി കല്യാണിയേ, ഇവിടെ എന്നെ അടുത്തിരിക്ക. അവിടെ വീട് വാടി വേണേ. എന്താ സാറേ? എന്നാ ഉണ്ടടി കഴിക്കാൻ? അപ്പം ഉണ്ട്, പിന്നെ കടലക്കറിയും ഉണ്ട്. അപ്പം എങ്കിൽ അപ്പം രണ്ടെണ്ണം എടുക്ക. രാവിലെ ഉണ്ടാക്കിയതാണെങ്കിൽ ചീത്തയിട്ടുണ്ടാവില്ല. കല്യാണിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതല്ലേ? കേട്ടോ കല്യാണി, കഴിഞ്ഞ മാസം ഞങ്ങൾ കിഡ്നി ചികിത്സയ്ക്ക് വേണ്ടിട്ട് അമേരിക്കയ്ക്ക് പോയില്ലേ? അവിടെ ചെന്ന് ചിക്കൻ സൂപ്പ് കഴിക്കുമ്പോഴും മിനിസ്റ്റർ പറയുന്നത് കല്യാണിയുടെ അപ്പത്തെ കുറിച്ചാ. കടലക്കറി എങ്ങനെ ഉണ്ടാച്ചായ? നല്ല രുചി. വിടില്ല.
എങ്ങോട്ടാ പോയത്? അങ്ങോട്ടാ Come on. മോനെ നീയായിരുന്നോ കുടുംബത്തിലൊരു പോക്കത്തിനെ കാണിക്കുന്നു? അയ്യോ ആരുടെ കണ്ണി മുളക് തേച്ചത്? അയ്യോ, പോലീസ് പിടിക്കവനെ, പിടിക്കടാ, പിടിക്കവനെ, പോലീസ് പോകരുത്, ആള് നല്ല ചൂടില്ല, സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇനി അഥവാ അറിഞ്ഞില്ലേ നീ കയറി എഴുന്നള്ളിക്കാൻ നിൽക്കുന്നു വേണ്ട. എന്ത് ചെറ്റത്തരമാടാ നീ കാണിച്ച നോയിന്റെ മക്കളെ. എന്തിനാണ് ആറ്റുവാൻ്റെ വീട്ടിൽ പോയത്? നോക്കിറങ്ങിപ്പോടാ. ചോദിച്ച കേട്ടില്ലേ എന്തിനാ ആറ്റുവാക്കാരെ വീട്ടിലേക്ക് കെട്ടിയെടുത്തെന്നു? കാട്ടാന കരിമ്പും കാട്ടി കയറിയ പോലെ ആയിരുന്നല്ലോടാ പ്രകടനം. എടാ, ആണുങ്ങളില്ലാത്ത നേരം നോക്കി വീട്ടിൽ കയറി പെണ്ണുങ്ങളെ പൊക്കിക്കൊണ്ട് പോകുന്നതേ ആണത്തമല്ല. നീ എന്ത് പോക്കരത്തിനും കാണിച്ചാലും രക്ഷപ്പെടുത്താൻ ഞാനൊരു കോന്തലുണ്ടല്ലോ. ആ ഹുങ്കല്ലടാ കൊച്ചു. അയ്യോ, കൊച്ചുകുട്ടനല്ല, എല്ലാം ഇവനാ ചെയ്തത്. നീ മിണ്ടി പോ. അവര് നമ്മളെ പറഞ്ഞു പറ്റിക്കായിരുന്നില്ല സാറേ. അതുകൊണ്ട് നീ എന്നും ചെയ്തോളൂ അല്ലേ? അതിക്രമിച്ച് വീട്ടിൽ കയറുക, പെണ്ണിനെ തട്ടിക്കൊണ്ടു പോരാൻ ശ്രമിക്കുക, സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയെ ഉപദ്രവിക്കുക, കടലച്ചാറ് കണ്ണിക്കൂരി ഒഴിക്കുക. കേസ് ചാർജ് ഏതൊക്കെ വകുപ്പിലാണ് നീ അകത്താവുന്നറിയോ? പിന്നെ ഞാനല്ല ദൈവം തമ്മിൽ വിചാരിച്ചാലും നിന്നെ ഊരിക്കൊണ്ട് വരാൻ പറ്റില്ല. ഇതിലും ഭേദം അത് തന്നെയാ. അതേടാ, ഇപ്പൊ എനിക്കും അതന്നെ തോന്നുന്നേ. നിന്നെ പൊക്കി ആമത്തിലിടാൻ ആ അഡീഷണൽ DGP സംഘം ഇറങ്ങി പുറപ്പെട്ടതാ. അവരുടെ കൈ നിന്നെ കിട്ടിയോ നീ മോക്കി ഉണ്ടാവുന്നത് കൊള്ള പന്നി. ചെയ്യാൻ ആ പെണ്ണുകാരെ ചത്തുകളെന്ന് പറഞ്ഞുകൊണ്ടാ, അല്ല നിന്റെ മോന്ത കണ്ടിട്ടൊന്നുമല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ബലത്തിലാണ് നിന്റെ ഈ തോന്നിയാസക്കളിയെങ്കിലേ ഇനി മുതൽ അത് വേണ്ട. കമ്മീഷൻ തൊപ്പി നമ്മൾ രണ്ടാളും കൂടെ ഷെയർ ചെയ്യണ്ട, അത് ഞാൻ തന്നെ ചുമന്നോളാം. നീ കാണിക്കുന്ന തെണ്ടിത്തരത്തിന് മുഴുവൻ മേലാഫീസർമാരുടെ മീശുരുട്ടിന് മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കാൻ എനിക്ക് വയ്യടാം. രാഷ്ട്രീയത്തിലെ രോമാഞ്ചവും പ്രതീക്ഷയുമായ ഒരു മണ്ഡലം പ്രസിഡന്റിനെ കൊണ്ടാണ് ഈ ചുമടെടുപ്പിക്കണമെന്ന് ഓർക്കണം. പറഞ്ഞിട്ട് എന്താ കാര്യം? ആനിച്ചായ ഒരു കൈ ഒന്ന് താങ്ങിയ. ഇന്ന് ചുമടെടുക്കുന്നവനാണോ നാളെ ചുക്കാൻ പിടിക്കുന്നത്? അന്ന് തനിക്കും വരാലോ. ഓ, നമ്മളൊക്കെ മന്ത്രിയാകുമ്പോഴേക്കും ആ തെഹൽക്ക ഇങ്ങ് കേരളത്തിൽ എത്തും. അതെന്താണോ? ഓ, ഈ കൗബീരത്തിനകത്ത് വരെ ഒളിച്ചിരുന്ന് ക്യാമറ പിടിക്കുന്ന പണിയില്ലേ, അതിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ തന്നെ ഈ സൂട്ട് കേസുമായി വന്ന അബ്കാരി മുതലാളിമാരിൽ ഒരുത്തന്റെ പാന്റിന്റെ മുൻവശം കുറച്ച് കൂടുതൽ വീർത്തിരിപ്പുണ്ടായിരുന്നോ എന്നൊരു സംശയം. തെഹൽക്കാട് ഓർക്കാൻ പറ്റ വല്ലതാണെന്ന് ആർക്കറിയാം. ചുമ്മാ പേടിപ്പിക്കണ കോപ്പെ. ക്യാമറ എവിടെ വേണമെങ്കിലും ഒളിപ്പിക്കാലോ. അബ്കാരിമാർ അന്തലാരിയൊന്നും കാണിക്കത്തില്ല. ആന്റപ്പോ 150 കോടിയുടെ സഹായമായി ഞാൻ ചെയ്തു കൊടുത്തിരിക്കുന്നത്. റവന്യൂ റിക്കവറി ആയ കിസ്ത് കുടിശ്ശേരിക്ക് ഒരാൾ കേരള സ്റ്റേ നമ്മളെ കൊണ്ട് ആകാവുന്നൊരു കൊച്ചു സഹായം. നീ വെട്ടി കൊണ്ടുപോയി സ്റ്റോറി വെക്ക്. പിന്നെ 2 രൂപ ഉണ്ട്. പിന്നെ എങ്ങനെയാ സർക്കാരിന് ശമ്പളം കൊടുക്കാൻ കാശുണ്ടാവുന്നത്? സാമൻ എന്ത് പറ്റി? എടോ, എന്ത് പറ്റിയെന്ന്? ഈശ്വര, കണ്ട് കണ്ടങ്ങിരിക്കും ജനങ്ങളെ മുഴുവട്ടനാക്കി മാറ്റുന്നതും നേരെ ഒരുപാടായി, ഇതുവരെ റെഡിയായില്ലേ? സാറേ, എന്താണ് മുഖം വല്ലാതിരിക്കുന്നത്? സുഖയില്ലേ? കർത്താവേ, പുറത്ത് സാമിനും പട്ട്, അകത്ത് സാറിനും പട്ട്. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു? അയ്യോ സാറേ, നമുക്ക് ആശുപത്രി, നമുക്ക് ആഫീസിൽ പോണ്ടേ? ഞാനൊന്നും വരുന്നില്ല, നീ വയ്ക്കോ. എന്തു പറ്റി? കാരണം ഞാൻ നിന്നെ ബോധിപ്പിക്കണോ? നീ ആരാ എന്റെ മേലധികാരിയോ? ഞാൻ ചായ എടുത്തിട്ട് വരാം. സോറി. അപ്പൊ ഇതായിരുന്നല്ലേ കാര്യം? നിങ്ങൾ രാത്രിയിൽ വേണ്ടാതിനൊക്കെ കാണിച്ചിട്ട് പാവം പത്രത്തിന് എന്തിനാ രാവിലെ ചായ പുഴുകിയത്? സോറി, ഞാൻ കണ്ടില്ല. കാണൂല, ആരും ഈ പത്രത്തിനെ കാണൂല. പത്രോസ് വെറും പാറയല്ലേ, ആർക്ക് വേണമെങ്കിലും എപ്പോഴെങ്കിലും കയറി പള്ളി പണിയാലോ. സെൻട്രി സാമൻ ചിരിച്ചതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാ പിടികിട്ടിയത്.
ഇന്നലെ രാത്രി സാറിന്റെ ചരിത്രം നഷ്ടപ്പെട്ടു അല്ലേ? മതി, രാവിലെ ഞാൻ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളാം. ചായ കുടിക്കണ്ടേ? ഞാൻ ഇട്ടോണ്ട് വരാം. എന്തിനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? എന്നോട് ദേഷ്യാണോ? ഞാൻ എന്ത് പണിയാ ഇന്നലെ കാണിച്ചു? ഇനി എന്തൊക്കെ പുകിലാണോ ഉണ്ടാകാൻ പോകുന്നത്? ഒന്നാമതേ ഏമാർക്ക് ഒന്നിനും എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇനി മുഖ്യമന്ത്രിയുടെ മോളെ രാത്രി കൂടെ താമസിപ്പിച്ചു എന്ന് കൂടെ അറിഞ്ഞാ അതൊക്കെ പോട്ടെ. തന്റെ അച്ഛന്റെ മുഖത്ത് ഞാൻ അങ്ങനെ നോക്കും? അതിന് ഞാൻ ഇവിടെയാണെന്ന് അച്ഛനെ അറിയില്ലല്ലോ. ഇന്നലെ രാത്രി തന്നെ ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു, ഫ്രണ്ട് രാധയുടെ വീട്ടിലാണ്, രാവിലെ എത്തുള്ളൂന്ന്. ഇന്നലെ രാത്രിയിലെ കോലം എന്തായിരുന്നു ഓർമ്മയുണ്ടോ? അത് കണ്ടപ്പോ ഇട്ടിട്ട് പോവാനും തോന്നിയില്ല. അത് വെള്ളം ഒഴിച്ചാ പിന്നെ എന്റെ കോലം അങ്ങനെയൊക്കെ തന്നെയാ. ഇതിലൊക്കെ താൻ എന്തിനാ ഇടപെടുന്നത്? അപ്പൊ ഇത്രയൊക്കെ ആയിട്ട് എന്നെ മനസ്സിലാക്കിയിട്ടില്ല? എന്നോട് ഒട്ടും സ്നേഹം തോന്നുന്നില്ല അല്ലേ? എടോ, തന്നെ പോലൊരു പെണ്ണിനെ സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനല്ല ഞാൻ. എന്നെ പറ്റി മീരയ്ക്ക് വല്ലതും അറിയോ? എനിക്കൊന്നും അറിയണ്ട. എനിക്ക് ഈ രാക്ഷസിനെ ഒത്തിരി ഇഷ്ടാ. അതുകൊണ്ട് തന്നെ മറ്റൊന്നും എനിക്ക് അറിയണ്ട. അല്ല, മീരെ അറിയണം. ഗുഡ് മോർണിംഗ്. വേണണ്ടേ? എന്താ പനി മാറിയോ? മോളെന്താ കഴിച്ചു രാവിലെ? നീടാ നീ എന്താ കഴിച്ചു? അമ്മ എവിടെ? അപ്പോളോട് ഞാൻ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ അച്ഛനെ കാണണോന്ന്. അതുകൊണ്ടല്ലേ അച്ഛൻ വന്നത്. അച്ഛന്റെ പൊന്നുമോള് വാ. എന്റെ മോളാ അമ്മു. എനിക്കറിയാം. ഇത് മോൾക്ക് കൊണ്ടുവന്നതാ. എങ്ങനെയുണ്ട്? ഹായ്, നല്ല പാവക്കുട്ടി. ആന്റി, താങ്ക്സ് ആന്റി. ഇപ്പൊ മനസ്സിലായോ? മീര എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കക്ഷിയെ ഇഷ്ടപ്പെട്ടതെന്ന്. കമ്മീഷണർക്ക് ഒരു മോളുള്ള കാര്യവും അവളുടെ അസുഖ കാര്യവും എല്ലാം എനിക്കറിയായിരുന്നു. മരിച്ചുപോയ മോളുടെ അമ്മയെ കുറിച്ച് പോലും ചോദിക്കാതിരുന്നത് എല്ലാം സമയമാവുമ്പോ ആകാന്ന് കരുതിയ. എന്റെ അമ്മയെ കൊന്നതാ കള്ളന്മാര് അല്ലേ അച്ഛാ? Is it true? ഇപ്പോ മീരയ്ക്ക് എന്റെ മുഴുവൻ കഥകളും അറിയില്ല. മോളോട്ടേക്ക് അച്ഛനക്ക് വരാം. നിങ്ങൾക്കൊക്കെ മീശ ചുരുട്ടി പേടിപ്പിക്കുന്ന ധിക്കാരിയായ രാമനാഥനെ അറിയും, രാക്ഷസനായ രാമനാഥൻ. പക്ഷേ മീരയ്ക്ക് അറിയാത്ത ഒരു രാമനാഥൻ 8 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്നു. പ്രാണനേക്കാൾ വലുത് സത്യവും നീതിയുമാണെന്ന് വിശ്വസിച്ചിരുന്ന, പച്ചനോട്ടുകൾക്ക് മുമ്പിൽ പതറാത്ത, മദ്യം കൈകൊണ്ടു തൊടാത്ത ജെന്റിൽമാൻ രാമനാഥൻ. വയറു പൊരിയുമ്പോൾ ഒരുപിടി ചോറ് മോഷ്ടിക്കുന്നവനല്ല, ഭരണത്തിന്റെ ഇടനാഴികളിൽ പതിയിരിക്കുന്ന പൊളിറ്റിക്കൽ ലിസാർഡുകളാണ് യഥാർത്ഥ ക്രിമിനൽസ് എന്ന് തിരിച്ചറിഞ്ഞ കാലം. അങ്ങനെ ഒരു ക്രിമിനൽ രാമനാഥന്റെ ഹിറ്റ് ലിസ്റ്റിലെ 1-ാം പേരുകാരനായി. സുലൈമാൻ റാവുത്തർ. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെയും അവരെ ഭരിക്കുന്ന ബ്യൂറോക്രാറ്റുകളുടെയും കണ്ണുലുണ്ണിയാണ് സുലൈമാൻ എന്നറിഞ്ഞിട്ടും ചങ്കുറപ്പോടെ അയാളെ കയ്യാമം വെച്ച് ഞാൻ തുറുങ്ങിലടച്ചു. പത്രങ്ങളും മാധ്യമങ്ങളും ആദർശധീരനായ രാമനാഥനെ വാനോളം പുകഴ്ത്തി. പക്ഷേ സുലൈമാൻ റാവുത്തറുടെ അറസ്റ്റിൽ ഞെട്ടിവിറച്ച അധികാരി വൃന്ദവും അവരെ സേവിച്ച ഡിപ്പാർട്ട്മെന്റിലെ എന്റെ ഏമാന്മാരും കൂടെ എനിക്ക് തന്നത് എന്താണെന്ന് മീരയ്ക്കറിയോ? സ്നേഹം കൊണ്ട് പൊതിഞ്ഞ, സന്തോഷം കൊണ്ട് നിറഞ്ഞ എന്റെ കൊച്ചു കുടുംബത്തെ പിച്ചു ചീന്തി പെട്ടിയിലാക്കി അവരെനിക്ക് സമ്മാനമായി തന്നു. രാത്രി ഇരുട്ടിന്റെ മറവിൽ മാരകായുധങ്ങളുമായി വന്ന സുലൈമാന്റെ ഗുണ്ടകൾ എന്നെ ചതിച്ചു വീഴ്ത്തി. എന്റെ കൺമുമ്പിലിട്ടവർ എന്റെ മായയെ കൊന്നു. 2 വയസ്സുണ്ടായിരുന്ന എന്റെ അമ്മമോളെ പോലും അവർ വെറുതെ വിട്ടില്ല. ചവിട്ടേറ്റ് നടുവ് തുറന്ന എന്റെ കുഞ്ഞ് അച്ഛന്റെ ആത്മാർത്ഥതയ്ക്കുള്ള ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി. ശരീരം മുഴുവൻ ഒടിഞ്ഞു തൂങ്ങി അസ്ഥിയുമായി കിടന്ന എന്നെ മരണം പോലും ഉപേക്ഷിച്ചു. നീനക്കറിയോ, ജീവനുമായി മല്ലിട്ട് ഞാൻ ആശുപത്രി കിടന്നപ്പോ എന്നെ തിരിഞ്ഞു നോക്കാൻ ഒരു നായിന്റെ മക്കളും ഉണ്ടായില്ല. നിയമം നടത്താൻ ജീവൻ പണയം വെച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ ചികിത്സയ്ക്കായി ഒരു നയാ പൈസ പോലും ഡിപ്പാർട്ട്മെന്റിലെ തണ്ടികൾ ചെലവാക്കിയില്ല. എന്റെ മരണസമയം നോക്കിയിരുന്ന അവർക്ക് തെറ്റിപ്പോയി. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ രാമനാഥൻ ഉണർത്തെഴുന്നേറ്റു. എന്റെ മായയെ കൊന്ന, എന്റെ കുഞ്ഞിന്റെ ജന്മം നശിപ്പിച്ച 3 പേരെ ഞാൻ വകവരുത്തി, നിയമത്തിന്റെ ഒരു പഴുതു പോലും ഇല്ലാതെ. ഇനി ഒരുത്തനെ കൂടെ എനിക്ക് കിട്ടണം. കിട്ടും. വിഷമിക്കാതിരിക്കൂ. വീണ്ടും ഇതെല്ലാം ഓർമ്മിച്ചത് ഞാൻ കാരണമല്ലേ? സോറി. എന്തൊക്കെയോ മനസ്സിൽ അടക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അത് ഇങ്ങനത്തെ ഒരു കഥയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല.
സത്യം പറയട്ടെ, ഇന്നലെ തോന്നിയ എന്റെ 100 ഇരട്ടി ഞാൻ ഇന്ന് ഈ രാക്ഷസിനെ ഇഷ്ടപ്പെടുന്നു. ചായ രാമേട്ടന്റെ കഥ കേട്ടപ്പോ വിഷമം തോന്നിയല്ലേ? ചായ കുടിക്കേ. മുഖ്യമന്ത്രിയുടെ മോളല്ലേ? അതെ, മീര. ഞാൻ മാലതി. മീരയെ പറ്റി അപ്പു പറയാറുണ്ട്. ആ ആളെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. രാമനാഥൻ സാറിന്റെ ഭാര്യയുടെ അനിയത്തിയാ. അമ്മുവിന്റെ കൂടെ ഇവിടെ തന്നെയാണോ? അതെ, അമ്മമ്മോളെ പോലെ തന്നെയാ എനിക്ക് മറ്റു കുഞ്ഞുങ്ങളും. രാമേട്ടൻ നടത്തുന്ന സ്ഥാപനമായതുകൊണ്ട് എനിക്കിത് വീടായി. അനാഥയായിട്ട് വളർന്നതുകൊണ്ടാവാം അനാഥ കുട്ടികളെ എന്നും എനിക്ക് ജീവനായിരുന്നു. രാമേട്ടനും ഞങ്ങളെപ്പോലെ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അനാഥരുടെ ഒരു കുടുംബമായിരുന്നു. ഈ അനാഥാലയങ്ങളെല്ലാം നിങ്ങൾ നടത്തുന്നതാണോ? അതെ, ഇതുപോലെ 10ഓളം അനാഥാലയങ്ങളിലായി 3000ഓളം കുട്ടികളുണ്ട്. അന്ധരും മൂകരും മാനസിക രോഗികളുമായിട്ടുള്ളവരാണ് അധികവും. ലക്ഷക്കണക്കിന് രൂപ ചെലവുണ്ട് ഇതിന് നടത്തിപ്പിനായി. പക്ഷേ ആരോടും ഞങ്ങൾ പൈസ പിരിക്കാറില്ല. എല്ലാം രാമേട്ടൻ തരുന്നതാ. ഇതെല്ലാം നോക്കി നടത്തുന്നത് ഞാൻ തന്നെ. കുറെ ജോലിക്കാരുണ്ട്, പിന്നെ അപ്പോ സഹായിക്കും. എനിക്ക് മാലതിയോട് ബഹുമാനം തോന്നുന്നു. ഈ കൊച്ചു പ്രായത്തിൽ ഇത്ര വലിയ ത്യാഗം ചെയ്യാന്ന് വെച്ചാ. ത്യാഗമോ? ഇതെന്റെ ആഗ്രഹമാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ലോകത്ത് രാമേട്ടനും അമ്മുവുമായി ഇതുപോലെ ജീവിച്ച് മരിച്ചാൽ മാത്രം മതി എനിക്ക്.